ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. സഹയോഗ സെക്രട്ടറി ശ്രീ സൈജു ടി കാഞ്ഞിരപ്പള്ളി. എല്ലാവർക്കും നമസ്കാരം. ഏറെ ബഹുമാനായ അധ്യക്ഷൻ സഭായോഗത്തിന്റെ പ്രസിഡന്റ് ശ്രീ ചെറുവതിൽ 21ാമത് ശ്രീനാരായണ ദർശന സംഗമം ഔപചാരിക ഉദ്ഘാടനം ചെയ്യുകയും മുഖ്യ പ്രഭാഷണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന സ്വാമി നിത്യ ചിന്മയി, എൻ്റെ ശാഖയിലെ അംഗങ്ങളെ, ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും അറിയാം 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഭാവബന്ധമോടു സത്യരൂപന ദേവനിൻ മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയേഴും വിളക്കിതാ സാവധാനമടിയൻ കൊളുത്തിനേൻ അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സൽപദേ ഇരുൾ തുറന്നു മെല്ലവേ ശില്പരമ്യ പദപീഠ ഭൂവിൽ നിന്ന് ഉൽപ്പതിച്ചു തിരുമേലെത്തണേ സ്ഥേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞമല മാല തന്നിനും ഹേമവിഗ്രഹമരീചി തേടുമീ കോമള പ്രഭതിളങ്ങണേ വിഭോ മാറ്റി നിൻ മുഖരസം മറച്ചതിൽ പോറ്റി പുൽകരുതു ധൂമരേഖകൾ മാറ്റിയന്ന മണിവാതിലൂടെഴും കാറ്റിലാടരുതിൻ ശിഖാഞ്ചലം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നമോ ഭഗവതേ നിത്യ ശുദ്ധമുക്ത മഹാത്മനേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. മറിയപ്പള്ളി ശാഖയിൽ 21ാമത് ദർശന സംഗമത്തിന് തുടക്കമായിരിക്കുകയാണ്. വളരെ വിശിഷ്ടമായ ഈ ഒരു ചടങ്ങിൽ, ഈ ഒരു ഉദ്ഘാടന സമ്മേളനവും കൂടി ചേർന്ന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, എന്നെ ഇങ്ങോട്ടേക്ക് കൂടെ കൂടെ ക്ഷണിക്കാറുള്ള സൈജു, അനിയച്ചൻ ചേട്ടൻ, പ്രിയ ചേച്ചി, വിഷ്ണു, ബാബു, പ്രസന്നൻ, രാജീവ്, ഏതേത് പ്രോഗ്രാമുകൾ
ചടങ്ങുകൾ ഇവിടെ നടത്തപ്പെടുമ്പോഴും പ്രത്യേകിച്ച് ഒരു ക്ഷണം ഇല്ലാതെ തന്നെ കാലേ കൂട്ടി ഇവിടെ എത്തിച്ചേരാറുള്ള ഒരു പ്രത്യേകത ഇവിടുത്തെ ഗുരുഭക്തർക്കുണ്ട്. അങ്ങനെയുള്ള ഗുരുപ്രേമികൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. സന്തോഷമാണ് ഇവിടെ വരുന്നത്, സന്തോഷമാണ് നിങ്ങളെ കാണുന്നത്, ഇടയ്ക്കിടയ്ക്കിനെ ഇങ്ങനെ കാണാൻ കഴിയുന്നത്. ഈ പറഞ്ഞ പോലെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സന്തോഷം കിട്ടാറില്ല, നിങ്ങളെ കാണുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ട്. സൈജു ഇലക്ഷൻ്റെ ചൂടിൽ ഞാനും ഒരു രാഷ്ട്രീയക്കാരിയാണ് എന്ന് ഓർത്തിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ സന്തോഷമാണ്. കാരണം ഇവിടെ എപ്പോൾ വന്നാലും ഈ ഒരു സദസ്സ്, ഈ ഒരു നിറഞ്ഞ സദസ്സ് ഇവിടെ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്. പ്രിയ ചേച്ചി ഇപ്പോൾ അത് പറയുകയും ചെയ്തു. ഇവിടെ ഏതൊരു കാര്യം ഉണ്ടെങ്കിലും 365 ദിവസം ഉണ്ടെങ്കിൽ മിക്കവാറും തന്നെ ദിവസങ്ങൾ സജീവമായിരിക്കുന്ന ഒരു ശാഖ മറിയപ്പള്ളി ശാഖയുടെ ഒരു പ്രത്യേകത അതാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പലപ്പോഴും വിശിഷ്ടമായിരിക്കുന്ന ദിവസങ്ങളെ വിശിഷ്ടമായ രീതിയിൽ തന്നെ ആചരിക്കുവാൻ, ആഘോഷിക്കുവാൻ ഇവിടുത്തെ സംഘാടകർ മറക്കാറില്ല എന്നുള്ളത് തന്നെയാണ് സംഘാടനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മികവ്. മാത്രമല്ല ഇവിടെ അനുദിനം കാണുന്ന ഇത്തരത്തിലുള്ള ഒരു ഭൗതികമായ അഭിവൃദ്ധി, നമ്മൾ സംഘടന കൊണ്ടുണ്ടാകേണ്ടുന്ന ബാഹ്യവും ആന്തരികവുമായ ഒരു അഭിവൃദ്ധി ഉണ്ടല്ലോ. ഈ ബാഹ്യാഭിവൃദ്ധി ഇവിടെ എപ്പോൾ വരുമ്പോഴും കാണാറുണ്ട്. ഓരോ വട്ടം വരുമ്പോഴും പുതിയ പുതിയ നൂതനമായ സംരംഭങ്ങളിലേക്ക് ഈ ഒരു ശാഖ കാലെടുത്ത് വെക്കുന്നത് കാണുമ്പോൾ അതിലേറെ സന്തോഷമാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പക്ഷെ ഇവിടെ പറഞ്ഞ ഗുരുവിനെ കേൾക്കുന്നതിൻ്റെ ഒരു പിന്നാമ്പുറം ഉണ്ടാകാം. ഈ പറഞ്ഞ പോലെ 2ാമതോ 3ാമതോ 5ാമതോ 10ാമതോ അല്ല ഇവിടെ ദർശന സംഗമം നടത്തപ്പെടുന്നത്. 2 പതിറ്റാണ്ടുകൾ പിന്നിട്ട ഒരു ദർശന സംഗമം, 21 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ദർശന സംഗമം ഓരോ കാലം കഴിയും തോറും, ഓരോ ആണ്ട് കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ ഗുരുദർശനത്തിൻ്റെ മഹിമയും ഗരിമയും വളരെയേറെ ആഴത്തിൽ സ്വാധീനിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവും. ഗുരുക്കന്മാരുടെ ഒരു ഏറ്റവും വലിയ ഒരു പ്രഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ആരാണോ ഗുരുവിൻ്റെ ദർശനത്തെ താലോലിക്കാൻ ശ്രമിക്കുന്നത്, ആരാണോ ഗുരുവിൻ്റെ ദർശനത്തിലേക്ക് നടന്നെടുക്കാൻ ശ്രമിക്കുന്നത്, ആ വ്യക്തിയെ തന്നെ അതിൽ പരിപൂർണമായി നിമജ്ജനം ചെയ്യുവാനുള്ള ഒരു ശേഷി ഗുരുദർശനത്തിനുണ്ട്, ഗുരുവിനുണ്ട്. എപ്പോഴെങ്കിലും ഒരു വ്യക്തി ഗുരുവിലേക്ക് ഒന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയ ചൂണ്ടൽ കൊളുത്തായിട്ട് ഗുരു കണക്കാക്കുകയും ആ വ്യക്തിയെ എന്നേക്കുമുള്ള ചൂണ്ടയിട്ട് പിടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ഗുരുമാർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പിന്നീട് ആ മാർഗത്തിൽ നിന്ന് നമ്മൾ വഴുതി പോകാറില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അതാണ് സദ്ഗുരുക്കന്മാരുടെ ദർശനത്തിൻ്റെ, അവരുടെ വാക്കുകളുടെ, വചനങ്ങളുടെയൊക്കെ സവിശേഷത എന്ന് പറയുന്നത്. അതെപ്പോഴും നമ്മളെ നവീകരിച്ചു കൊണ്ടിരിക്കും, അതെപ്പോഴും നമ്മളെ പുതുമയുള്ളതാക്കിക്കൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ ജീവിതം എന്നുള്ള മരവിപ്പിൽ നിന്ന് ജീവിതത്തിന് എന്തൊരു ദാർശനികമായ സൗന്ദര്യമാണ് എന്നുള്ള പുതിയ ഒരു കൗതുകത്തിലേക്ക്, പുതിയ ഒരു കാഴ്ചയിലേക്ക് ഗുരുവിൻ്റെ വാക്കുകൾ നമ്മളെ കൊണ്ടെത്തിക്കും. അല്ലാത്ത പക്ഷം വളരെ വിരസമാണ്. നമ്മളുടെ ഭൗതികമായ, ബാഹ്യമായ, ദൈനംദിനമായ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഗുരുദർശന പഠിതാവ് എന്ന നിലയിലേക്ക് നമ്മൾ മാറുമ്പോൾ, അല്ലെങ്കിൽ ഗുരുവിനെ അന്വേഷിക്കുന്ന ഒരു സാധകൻ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ തത്വത്തെ പിന്തുടരുന്ന ഒരു ഭക്തൻ എന്ന നിലയിലേക്ക് നമ്മൾ മാറുമ്പോൾ അവിടെ ജീവിതത്തിന് പുതിയൊരു ഭാവം, പുതിയൊരു ജന്മം കൈവരികയാണ്. സംസ്കൃതത്തിൽ ബ്രാഹ്മണന് ദ്വിജൻ എന്നൊരു വാക്കുണ്ട്. ദ്വിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ടാമത് ജനിച്ചവൻ എന്നാണ്. അതെങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ജീവിച്ചിരിക്കവേ തന്നെ രണ്ടാമത് ജനിക്കാൻ പറ്റുക?
ജന്മം ഒന്നല്ലേ ഉള്ളൂ എന്ന് തോന്നും. ശരിയാണ്, ജൈവികമായ ജന്മം ഒന്നാണ് എങ്കിലും ആ ജന്മത്തിനിടയിൽ നൂതനമായ പുതിയ ഒരു ദാർശനിക വിചാരത്തിലേക്ക് ഒരു വ്യക്തി നടന്നെടുക്കുമ്പോൾ ആ ദർശനത്തിൽ നിന്ന് കിട്ടുന്ന സ്വാനുഭൂതി അവന്റെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ സത്യത്തിൽ അവന്റെ രണ്ടാം ജന്മമാണ്. അതുകൊണ്ടാണ് ഗുരുക്കന്മാരുടെ വാക്കുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നവർക്ക് ജീവിതത്തിന്റെ ഒരു പുതിയ ഉണർവിലേക്ക്, പുതിയ ഒരു ഭാവത്തിലേക്ക്, പുതിയ ഒരു മേച്ചിൽപ്പുറത്തിലേക്ക് ഒരാൾക്ക് പോകാൻ തോന്നുന്നത്. ആത്മാർത്ഥമായിട്ട് ഗുരുവിനെ പഠിക്കാൻ തുടങ്ങുന്നവർക്ക് അതിൽ തന്നെ മുഴുകിയിരിക്കാൻ സ്വതവേ ഒരു താല്പര്യം, സ്വതവേ ഒരു രസം, സ്വതവേ ഒരു ആനന്ദം ഉണ്ടായിരിക്കും. കാരണം ഗുരു ആനന്ദ സ്വരൂപനാണ് എന്നുള്ളതാണ്. ഇതൊക്കെ പഠിക്കുമ്പോൾ എന്താണ് കിട്ടുക? ദർശന സംഗമത്തിൽ ഇരിക്കുമ്പോൾ എന്താണ് കിട്ടുക? ദർശനം എന്താണ് നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നത്? ദർശനം എന്താണ് നമുക്ക് നേടിത്തരുന്നത്? ശാസ്ത്രപ്രയോജനം തത്വദർശനം എന്നാണ് മനീഷികൾ പറയുക. ശാസ്ത്രം പഠിക്കുന്നത് കൊണ്ട് എന്താ ഗുണം? തത്വദർശനം ഉണ്ടാവും. അവൻ തത്വത്തെയാണ് ദർശിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവ കൃതികൾ ഒരർത്ഥത്തിൽ ശാസ്ത്രമാണ്. മനുഷ്യന്റെ അധ്യാത്മമായിരിക്കുന്ന ജീവിതത്തിലെ ആഴത്തിൽ അവബോധത്തോടുകൂടി പരിശോധിക്കുന്ന ശാസ്ത്രം. ആ ശാസ്ത്രം പഠിച്ചത് കൊണ്ട് എന്താണ് ഗുണം? ഇത് തത്വദർശനമാണ്. എന്താണോ അറിയേണ്ടത് ആ അറിയേണ്ടതിനെ അറിഞ്ഞ ഒരു പ്രതീതി, ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു കൃതാർത്ഥത. ഇത്തരം വേളകളിൽ വന്നിരുന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൃതികളുമായിട്ട് പാരായണത്തിൽ ഏർപ്പെടുമ്പോൾ, ഇങ്ങനെയുള്ള കൃതികളെ വിചാരം ചെയ്യുമ്പോൾ, ഇതിനെ ധ്യാനിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്ത കൃതാർത്ഥതയുണ്ടാവും. എപ്പോഴാണ് ജീവിതത്തിൽ അതൊരു മനോഭാവമാണ്. ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ കിട്ടുന്ന തൃപ്തിയാണ് കൃതാർത്ഥത. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തൃപ്തി ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃതാർത്ഥത തോന്നില്ല. പക്ഷെ കുറച്ച് സമയം ഇരുന്ന് ഗുരുദേവ കൃതി ആത്മോപദേശ ശതകം 4 വരി എടുത്ത് വായിച്ച് അതിൻ്റെ അർത്ഥത്തെ വിചിന്തനം ചെയ്യുമ്പോൾ നമുക്കൊരു ഗുഡ് ഫീലിംഗ് തോന്നും, ഒരു കൃതാർത്ഥത തോന്നും. അയ്യോ, ഇന്ന് ഇത്തിരി സമയമെങ്കിലും ഇത് വായിക്കുവാനും വിചാരം ചെയ്യുവാനും പറ്റിയല്ലോ. അപ്പോൾ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ചെയ്യേണ്ടതിന് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം, ഒരു ആനന്ദം, ഒരു സന്തോഷം, ഒരു തൃപ്തി, അതൊക്കെ ഈ അധ്യാത്മശാസ്ത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സത്യസ്വരൂപനും ജ്ഞാനസ്വരൂപനും ആനന്ദസ്വരൂപനുമായ ഗുരുവിനെ നമ്മൾ ഇങ്ങനെ പിന്തുടരുന്നത്. ഗുരുദേവൻ നമുക്ക് ഈശ്വരനെ പരിചയപ്പെടുത്തി തന്നപ്പോൾ എത്ര കൃത്യമായിട്ടാണ് ഗുരു ആ ഒരു പദങ്ങൾ എടുത്തു വെച്ച് നമ്മുടെ മുന്നിലേക്ക് തന്നത്. ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ, ഒരു വിധമായ അന്ധവിശ്വാസങ്ങളിലേക്കും കൊണ്ടുപോകാതെ, ഒരു വിധമായിരിക്കുന്ന അനാചാരങ്ങളിലേക്കും ശ്രദ്ധയെ കൊണ്ടുപോകാതെ, ഈശ്വരൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഉപനിഷത്ത് പറഞ്ഞ അതേ ഭാഷയിൽ, അതേ രീതിയിൽ ഗുരു നമ്മോട് പറഞ്ഞതാണ്: നീ സത്യം, നീ ജ്ഞാനം, നീ ആനന്ദം എന്ന്. നീ സത്യം, ജ്ഞാനം, ആനന്ദം. എന്താണ് ഗുരു ഈശ്വരവാചിയായി പറഞ്ഞ, അല്ലെങ്കിൽ ഈശ്വരന് കൊടുത്ത ലക്ഷണം എന്ന് പറയുന്നത്? അത് ഗുരുവിനും ചേരുന്നതാണ്. കാലാതിവർത്തിയായ ഒരു തരത്തിലുള്ള കഴിഞ്ഞു പോകലിൻ്റെയും വരാനിരിക്കലുകളുടെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലും 3 കാലത്തിലും മാറാതെ നിൽക്കുന്ന പൊരുളേതാണോ അതാണ് സത്യം, അതാണ് ഈശ്വരൻ. നമ്മളൊക്കെ ഇങ്ങനെ മാറുമ്പോഴും നമ്മുടെ ശരീരങ്ങളൊക്കെ മാറ്റത്തിന് വിധേയമാകുമ്പോഴും ഈശ്വരന് മാറ്റമില്ല, ഗുരുവിന് മാറ്റമില്ല. അതാണ് നമ്മളും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം. നമ്മളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിനൊക്കെ പ്രത്യേകിച്ച് എവിടെയാണ് അതിൻ്റെ ഒരു അവസാനം എന്ന് ചോദിച്ചാൽ, ഒരു സാധാരണ മരണം കൊണ്ട് നമ്മുടെ ജീവിതമൊക്കെ തീരുമ്പോൾ ഗുരു കാലാതിവർത്തിയായി മാറുകയാണ്. അതുകൊണ്ടാണ് അനുകമ്പാദശകത്തിൽ ഗുരു പറയുന്നത്: വരുമാറുവിധം വികാരവും
വരുമാറില്ല അറിവിന്നിതിന്നു നേർ ഉരുവാ ഉടൽ വിട്ടു കീർത്തിയാം ഉരുവാർ നിങ്ങ് അനുകമ്പ നിന്നിടും. വരും 6 വിധവും വികാരവും, 6 വിധത്തിലുള്ള വികാരങ്ങൾ. വികാരം എന്ന് പറഞ്ഞാൽ എന്താ? ഇമോഷൻ എന്നർത്ഥത്തിലല്ല, മാറ്റം. നമ്മളെപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന പോലെയല്ല നാളെ ഇരിക്കുക, അല്ലേ? എപ്പോഴും ഇങ്ങനെ മാറ്റത്തിന് വിധേയമാണ്. ഈ ശരീരം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച പടി ഇരിക്കുകയല്ല. ജനനത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുമ്പോഴേക്കും പലവിധമായിരിക്കുന്ന പരിണാമഘട്ടങ്ങളിലൂടെ ശരീരം കടന്നു പോകുന്നുണ്ട്. ഒരു ബാലനായിരിക്കുന്ന നമ്മൾ ഒരു കുമാരനായി മാറുന്നതും, ഒരു യുവാവായി മാറുന്നതും, ഒരു മധ്യവയസ്കനായി മാറുന്നതും, ഒരു വയസ്സനായി മാറുന്നതൊക്കെ ജീവിതത്തിൻ്റെ ശരീരത്തിന് വരുന്ന പരിണതികളാണ്. അവസാനം അത് ക്ഷയിച്ച് നമ്മൾ ഈ ലോകത്തോട് വിട പറയും പോലെയല്ല ഗുരുക്കന്മാര് ഈ ലോകത്തിൽ നിന്ന് മറഞ്ഞു പോകും. അവരുടെ ശരീരം ഒന്ന് കാണാതെ ആയാലും അവർ ചെയ്തു വെച്ച നന്മ, അവരുടെ കാരുണ്യം, അവരുടെ അനുകമ്പ, അവർ നമ്മളോട് കാണിച്ച ദയാവായ്പ്, അതിന് മരണമില്ല. ഗുരുദേവൻ നമ്മളോട് കാണിച്ച ആ ദയാവായ്പിന് മരണമില്ല. ഗുരു നമ്മോട് കാണിച്ച അനുകമ്പയ്ക്ക് മരണമില്ല. ആ അനുകമ്പയുടെ ബാക്കി പത്രത്തിൽ നിന്നാണ് ഇന്നും നമ്മൾ പുതിയ പുതിയ ഊർജത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുവിനെ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്നത്. അതുകൊണ്ടാണ് ഗുരു എങ്ങനെ മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കീർത്തിയാം ഉരുവാർ നിങ്ങ്, കീർത്തിയാകുന്ന ഒരു ശരീരം. ഗുരുവിന്റെ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? കീർത്തിയാകുന്ന ശരീരത്തെ പേറിയാണ് ഗുരു ജീവിക്കുന്നത്. ആ യശസ്സായി തീരുകയാണ്. എത്ര കാലം ഈ മണ്ണിൽ നമ്മൾ മരിച്ചുപോയി, നമ്മുടെ മക്കൾ വന്നാലും അവരുടെ മക്കൾ വന്നാലും, എത്ര തലമുറകൾ മാറി മാറി വന്നാലും ഗുരു പങ്കുവെച്ച ആ ദയാവായ്പിനെ മറന്നു പോകാത്ത ഒരു സമൂഹം ഇവിടെയുണ്ട്. അതാണ് ഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഗുരുവിൻ്റെ ജന്മത്തിൻ്റെ സഫലത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗുരുവിനെ ആരാധിക്കുമ്പോൾ, നമ്മൾ ഗുരുവിനെ പിൻപറ്റുമ്പോൾ നമ്മുടെ ഉള്ളിലും തോന്നുന്ന ഒരു ചേതോവികാരം എന്ന് പറയുന്നത് അല്പമെങ്കിലും ഗുരുവിനെ പോലെ ജീവിക്കണം എന്നാണ്. അല്പമെങ്കിലും ഗുരു കാണിച്ച അനുകമ്പയോളം വന്നില്ലെങ്കിലും അല്പമെങ്കിലും ഒരു നല്ല മനുഷ്യനായിരിക്കാൻ എത്ര അനുകമ്പ വേണമോ അത്രയും അനുകമ്പ ഉണ്ടായെങ്കിൽ എന്ന് നമുക്ക് തോന്നും. അതെപ്പോഴാ തോന്നുക? അത് ഗുരുവിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് തോന്നുക. ഈശ്വര വിചാരം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് തോന്നുക. ഈശ്വര സ്മരണ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് തോന്നുക. അവിടെയൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാനുള്ള വേദാന്തത്തിൻ്റെ തത്വസംഹിതകൾ മാത്രമല്ല, പകരം ജീവിതത്തിന് തെളിച്ചവും വെളിച്ചവുമേകുന്നത് നമ്മുടെ തന്നെ ഒരു ഗുണങ്ങളായിരിക്കുന്ന അനുകമ്പയും അൻപും അരുളും കാരുണ്യവും ഒക്കെ ചേരുന്നിടത്താണ് എന്ന് പറയുന്നത്. അതാണ് ഗുരുവിൻ്റെ ദർശനം. ഗുരു നമ്മളെ പഠിപ്പിക്കുമ്പോഴും നമ്മളെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഒരു മനുഷ്യനാക്കി എടുക്കാമോ അങ്ങനെയൊക്കെ ഗുരു ഇങ്ങനെ തിരുത്തലുകൾ വരുത്തി നമ്മളെ കുറച്ച് ആർദ്രതയുള്ള നനവുള്ള ഒരു മനുഷ്യനാക്കി മാറ്റാൻ ഗുരു ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുദേവ ദർശനത്തെ നമ്മൾ പിൻപറ്റുമ്പോൾ ആ ഒരു ആർദ്രതയും ആ ഒരു അനുകമ്പയും ഒക്കെ കുറച്ചൊക്കെ നമ്മുടെ ഉള്ളിലേക്കും വരും. അതങ്ങനെയാണ്. നമ്മൾ ഏതൊന്നിനെയാണോ ധ്യാനിക്കുന്നത് ആ മഹാത്മാവിൻ്റെ ഗുണങ്ങളായിരിക്കും നമ്മളെ പുൽകുക. നിങ്ങൾ ഏതൊരു വിഷയത്തെയാണോ നിങ്ങൾ ധ്യാനിക്കുന്നത്, ഏതൊരു വസ്തുവിനെയാണോ നിങ്ങൾ ഉപാസിക്കുന്നത്, ആ വസ്തുവിൻ്റെ ഗുണങ്ങളാണ് നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗുരുദേവൻ ഒരു നല്ല മനുഷ്യനായി വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, മറ്റൊരുവന്റെ ജീവിതത്തിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതെ, മറ്റുള്ളവരുടെ ജീവിതത്തെ നമ്മൾ കുട്ടിച്ചോറാക്കാതെ,
മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളിലേക്ക് അനുവാദമില്ലാതെ കയറി ചെല്ലാതെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന കുറച്ച് ജാഗ്രതയുള്ള മനുഷ്യനാവണമെങ്കിൽ അധ്യാത്മചിന്ത അനിവാര്യമാണ് എന്നാണ് ഗുരു പറയുന്നത്. അവിടെയാണ് ഞാൻ ആരാണ് എന്നുള്ള അന്വേഷണം. ഈ ദർശനം എന്ന് പറയുന്നത് തന്നെ, ഫിലോസഫി എന്ന് പറയുന്നത് തന്നെ അതാണ്. ഫിലോസഫി അന്വേഷിക്കുന്നത് പുറത്തുള്ള കാര്യങ്ങളെ അല്ല. അതെന്തുകൊണ്ടാണ് ഈ ലൈറ്റിൽ നിന്ന് പ്രകാശം ഇങ്ങനെ വരുന്നത്, എന്തുകൊണ്ടാണ് ഈ മൈക്രോഫോണിൽ നിന്ന് ഇത്ര ഭംഗിയായി ശബ്ദം വരുന്നത്, എന്തുകൊണ്ടാണ് ഈ അഗ്നി മേലോട്ട് ഉയരുന്നത്, ഇതൊന്നുമല്ല ഫിലോസഫി ചർച്ച ചെയ്യുന്നത്. പുറമേ ഇരിക്കുന്ന ഒരു വസ്തുക്കളെ കുറിച്ചുമല്ല ദർശനം ചർച്ച ചെയ്യുന്നത്. ദർശനം തികച്ചും നമ്മളിലേക്ക് വരുന്ന, നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന, നമ്മളിലേക്ക് എത്തിപ്പെടുത്തുന്ന ഒരു വിചാരധാരയാണ്. അപ്പോൾ പുറമേക്ക് മാത്രം നോക്കി അറിവുകൾ ശേഖരിച്ച നമുക്ക്, പുറമേക്ക് മാത്രം നോക്കി ശാസ്ത്രീയത കണ്ടുപിടിക്കുന്ന നമുക്ക് ഒരിക്കലും നമ്മളിലേക്ക് തിരിയാനും നമ്മളാകുന്ന ഒരു വ്യക്തിയെ അടുത്തറിയാനും പറ്റാണ്ടാവുന്നുണ്ട്. ഇപ്പൊ ദർശനം എപ്പോഴും നമ്മളെ സഹായിക്കുന്നത് നമ്മെ കുറെ കൂടി അടുത്തറിയാനാണ്. ആ കുറെ കൂടിയുള്ള അവബോധം ഇതിനങ്ങനെ തന്നെയാണ്. ഉപനിഷത്തും അതുകൊണ്ട് ഈ ജാഗ്രത എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് പറയുമല്ലോ, ഭയം വേണ്ട, ജാഗ്രത മതിയെന്ന്. എല്ലാ കാര്യങ്ങളിലും അത് തന്നെയാണ്. അതൊരു അധ്യാത്മപദമാണ്. എന്ത്? ജാഗ്രത. വിവേകാനന്ദ സ്വാമികള് ഭാരതത്തിൽ നിന്ന്, ഈ പൗരസ്ത്യ നാടായിരിക്കുന്ന ഭാരതത്തിൽ നിന്ന് പാശ്ചാത്യ നാടായിരിക്കുന്ന അമേരിക്കൻ ഐക്യനാടുകളിൽ ചെന്ന് അവരോട് ഭാരതത്തിൻ്റെ തനിമ പരിചയപ്പെടുത്തിയത്. ഇന്ന് ഭാരതീയ വിജ്ഞാന പരമ്പര, ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ തനതായിരിക്കുന്ന കല അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ തനതായിരിക്കുന്ന മൂല്യം പാഠ്യപദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാരതത്തിൻ്റെ ഭാരതീയ ജ്ഞാന പാരമ്പര്യത്തെ ഏറ്റവും കാച്ചിക്കുറുക്കിയ ഭാഷയിലാണ് വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പോയി പറഞ്ഞത് ഉത്തിഷ്ഠത, ജാഗ്രത എന്ന്. ഉപനിഷത്തുകളെ മൊത്തം കാച്ചിക്കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് വാക്കുകളിൽ ഒരുപക്ഷെ ഒതുക്കാൻ കഴിയും. നമ്മളെ ഉണർത്താൻ, നമ്മളെ പ്രചോദിപ്പിക്കാൻ ഇതിലും നല്ല വാക്ക് രണ്ടെണ്ണം കാണാൻ പ്രയാസമാണ്. കഠോപനിഷത്തിലാണ് ഈ വാക്ക് വരുന്നത്. മൃത്യുദേവന്റെ അടുത്ത് ദർശനം കേൾക്കാൻ പോയ നചികേതസിന്റെ കഥയാണ് കഠോപനിഷത്ത്. സാധാരണക്കാരിൽ നിന്നല്ല ഈ ദർശന സംഗമത്തിൽ പങ്കെടുത്തത്. മൃത്യുവിന്റെ അടുത്ത് പോയി, യമപുരിയിൽ പോയി, മൃത്യു വരുന്നത് വരെ 2-3 ദിവസം അന്നപാനം കഴിക്കാതെ കാത്തിരുന്ന് കാലൻ തിരിച്ചെത്തിയപ്പോൾ ഈ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന ജീവന്റെ നിഗൂഢ വിദ്യയെ ചോദിച്ച ശിഷ്യനാണ് നചികേതസ്. ആ നചികേതസിനോടാണ് യമധർമ്മ രാജാവ്, മൃത്യുവിന്റെ തത്വം അറിയുന്ന മൃത്യുദേവൻ, മരണത്തിന്റെ രഹസ്യം അറിയുന്ന യമധർമ്മ രാജാവ് പറഞ്ഞു കൊടുത്തത് ഈ ആത്മതത്വത്തെ. അവിടെയാണ് അത് വരുന്നത്. ഏത്? ഉത്തിഷ്ഠത, ജാഗ്രത. നമ്മളോട് എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എത്ര പ്രായമായാലും എത്ര വയസ്സായാലും ഈ ഉത്തിഷ്ഠത എന്ന വാക്ക് നമുക്ക് യോജിക്കുന്നതാണ്. എഴുന്നേൽക്കൂ. കാരണം എവിടെയാണ് അടിപതറി പോവുക എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മൾ വീണ് പോവുക എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മൾ നിരാശയിലേക്ക് പോവുക എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മളുടെ പ്രതീക്ഷകൾക്കൊക്കെ വിഘ്നം വരിക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സാധാരണ മനുഷ്യര് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആശകളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മളുടെ ആശകളെയും പ്രതീക്ഷകളെയും ഒക്കെ തകിടം മറിക്കുന്ന വിധത്തിൽ ജീവിതാനുഭവങ്ങൾ തിരിച്ചടിക്കാറുണ്ട്. അവിടെയൊക്കെ വെച്ചു പോകാതെ, അവിടെയൊക്കെ വീണ് പോകാതിരിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ അവിടെയൊക്കെ വീഴാൻ തുടങ്ങുമ്പോഴൊക്കെ ഋഷി ശക്തമായ ഭാഷയിൽ നമ്മളെ വിളിക്കുകയാണ്, ഉത്തിഷ്ഠത, എഴുന്നേക്കട. നീ ഇങ്ങനെ കിടക്കല്ലേ, നീ ഇങ്ങനെ അടിഞ്ഞു പോകല്ലേ, നീ ഇങ്ങനെ ആരുമല്ലാത്തവനായി തീരല്ലേ, നീ ഒന്നുമല്ലാത്തവനായി തീരല്ലേ, നീ എണീറ്റ് നിന്റെ കർമ്മ പദ്ധതിയിലേക്ക്, നിന്റെ സ്വധർമ്മത്തിലേക്ക് വരിക. നിന്നെ തളർത്താൻ ഒരുപാട് പൈശാചിക ശക്തികൾ കാണും, ഒരുപാട് നെഗറ്റീവ് എനർജികൾ കാണും. നീ അവിടെയൊന്നും വീണു പോകാതെ നീ നിന്റേതായിരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഉണർന്നുകൊണ്ട് നീ എണീറ്റ് വരണം.
എണീറ്റിട്ട് എന്ത് വേണം? എണീറ്റിട്ട് നീ ജാഗ്രത കുറവ് പാടില്ല, ജാഗ്രതയോടെ ഇരിക്കണം. വിജിലൻ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് അധ്യാത്മ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ ഉണർന്നിരിക്കുക. എങ്ങനെ ഉണർന്നിരിക്കുക? ബോധം കെട്ട് ഉണർന്നിരിക്കരുത്, ബോധത്തോട് കൂടിയിട്ട് ഉണർന്നിരിക്കണം. അതാണ് ജാഗ്രതയോട് കൂടി ഇരിക്കണം എന്ന് പറയുന്നത്. ജാഗ്രതയുള്ള ഒരാൾക്ക് അബദ്ധങ്ങൾ സംഭവിക്കുന്നത് കുറവായിരിക്കും. അയാൾക്ക് അബദ്ധങ്ങൾ പറ്റാറില്ല. അയാൾക്ക് ഒരിക്കലും തന്നെ ഒരു തരത്തിലുള്ള നാശങ്ങളിലേക്ക് അയാൾ പോകുന്നില്ല. കാരണം അയാൾ എപ്പോഴും ഒരു പ്രത്യേകമായിരിക്കുന്ന നിരീക്ഷണത്തിലൂടെ തന്നിൽ തന്നെ അമർന്ന് തന്നിൽ തന്നെ ഉണർന്നിരിക്കുന്ന ഒരു ജീവനാണ്. ആ ജീവനാണ്, ആ ജീവനിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ ഒരു ഉണർന്ന ജീവനിലേക്കുള്ള പ്രയാണമാണ് ഒരു പക്ഷെ ഗുരുദേവ കൃതികളൊക്കെ നമ്മളോട് പറയുന്നത്. ഉറങ്ങിപ്പോയി നമ്മൾ അല്ലേ? ഗുരുദേവൻ കുണ്ടലിനിപ്പാട്ട് എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിക്കാറുള്ളതല്ലേ കുണ്ടലിനിപ്പാട്ട്? കുണ്ടലിനിപ്പാട്ട് വായിക്കാറുണ്ടോ? ഞാൻ അവിടെ അടുത്തൊരു കുട്ടി വായിച്ചപ്പോൾ ആ കുട്ടിയുടെ അമ്മ പറയാണ്, എടാ ഇതൊന്നും വായിക്കില്ല, പാമ്പ് വരുമെന്ന്. ആ പാമ്പ് വരണ പാട്ടല്ല കുണ്ടലിനിപ്പാട്ട്. ഇതെന്താണ് കുണ്ടലിനിപ്പാട്ട്? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ജീവൻ തളർന്നു പോകുമ്പോൾ, ജീവൻ ആലസ്യത്തിലാണ്ടു പോകുമ്പോൾ, ജീവൻ ഒന്നുമല്ലാതെ വെറുതെ ഉറങ്ങിക്കിടക്കുമ്പോൾ, തമോ ഗുണത്തിന്റെ ഗർത്തത്തിലേക്ക് പോകുമ്പോൾ, അവിടെ നിന്ന് എങ്ങനെയാണ് ജീവനെ സമുദ്ധരിക്കുക എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും നല്ലത് ഈ വിളിയാണ്. നമ്മളെ തന്നെയാണ് ഈ പാമ്പേന്ന് വിളിക്കുന്നത് അല്ലേ? ഷാപ്പി എന്ന് പറയുന്ന ആള് നമ്മൾ പാമ്പെന്ന് പറയാറുണ്ട്. ഇതല്ല അല്ലേ? നമ്മളെ തന്നെ, നമ്മളെല്ലാവരും ഒരർത്ഥത്തില് പാമ്പാണ്. ആ പാമ്പിനോടാണ് എന്താ പറയാ, ഉണരാൻ പറയുന്നത്. ഇത് ഒരു ജീവന്റെ ഉണർത്തുപാട്ടാണ്. ആടു പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ, ആടു പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ. തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം പറ്റി നിന്നാടു പാമ്പേ, ആടു പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ. ജീവനോട് പറയണം, ജീവനാണ് പാമ്പ്. നമ്മൾ ഓരോരുത്തരും പാമ്പാണ്. ആ ജീവനോട് പറയാണ്, നീ ഇങ്ങനെ ലക്ഷ്യബോധമില്ലാതെ ഇരിക്കരുത്. പുനം തേടു പാമ്പേ, നീ ആടണം, നീ കൂഞ്ഞു കൂടി ഇരിക്കരുത്, നീ ആടണം. ലൈഫ് എന്ന് പറയുന്നത് ഒരു ആനന്ദ നടനമാണ്. ശിവനെ നമ്മൾ വിളിക്കും താണ്ഡവ നടരാജൻ എന്ന് വിളിക്കും. കാരണം ശിവൻ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് പോലും എന്താണ്? നടനമാണ്. ശിവന്റെ ഒരു ചുവട് വെക്കുന്നത് പോലും നടനമാണ്. അതുകൊണ്ടാണ് ശിവൻ നടരാജനായത്, നടനത്തിന്റെ രാജനാണ്. ആ ശിവസ്തോത്ര കൃതിയിലേക്കാണ് കുണ്ടലിനിപ്പാട്ടിനെയും കൊണ്ടുവച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതം ഒരു പരമാനന്ദമായി തീരണമെങ്കിൽ, ജീവിതം ആടിത്തീർക്കണമെങ്കിൽ അതെന്തിനാണ്, എന്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ജീവൻ ശ്രമിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് പുനം തേടു പാമ്പേ. പുനം എന്ന് പറഞ്ഞ പൊത്ത് അല്ലെ? എവിടെയാണ് ഒരു പാമ്പ് വിശ്രമസ്ഥാനം എത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് അതിൻ്റെ മാളത്തിൽ കയറുമ്പോഴാണ്, അതിൻ്റെ പൊത്തിൽ കയറിയിരിക്കുമ്പോഴാണ്. അപ്പൊ നമ്മളും എവിടെയാണ് നമ്മൾ വിശ്രാന്തി അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണോ നമ്മൾ വന്നത് ആ ഇടത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചു ചെല്ലുമ്പോഴാണ്. ഗുരുദേവന് നമ്മൾ മഹാസമാധിസ്ഥനായി എന്ന് പറയുമ്പോൾ ഏതൊരു പരമ്പൊരുളിൽ നിന്നാണോ ഗുരു വന്നത് ആ പരമ്പൊരുളിലേക്ക് തന്നെ ഗുരു മടങ്ങിപ്പോയത് കൊണ്ടാണ്. ആ സ്വധാമത്തിലേക്കുള്ള തിരിച്ചുപോക്ക് ഇത് ഓരോ ജീവന്റെയും ആവശ്യകതയാണ്. നമ്മളല്ലെങ്കിൽ ഇങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കും. എവിടെയാണ് ഈ ജന്മം നിലയ്ക്കുക എന്ന് ചോദിച്ചാൽ എപ്പോഴാണോ പുനം തേടുന്നത്,
പുനരഭിമരണം പുനരഭിജനനം പുനരഭിജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. ശങ്കരഭഗവത്പാദർ പാടിയതാണ്. അതുവരെ അല്ലെങ്കിൽ ഈ പുനം തേടിയില്ലെങ്കിൽ, ഈ സുധാമത്തിലേക്ക് നമ്മൾ ചെന്നില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ പുനരഭിമരണം പുനരഭിജനനം, വീണ്ടും മരിക്കും, വീണ്ടും ജനിക്കും. പുനരഭിജനനീ ജഠരേ ശയനം, വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ വരുന്നു, ജനിക്കുന്നു, മരിക്കുന്നു. ഈ ജനിമൃതികളിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ലേ? പക്ഷെ ഈ ജനിമൃതികളിൽ നിന്നുള്ള മോചനം ഉണ്ടാകണമെങ്കിൽ ഈ പുനം തേടണം. ഈ ആശ്രയസ്ഥാനത്തേക്ക്, ഈ ആധാരത്തിലേക്ക്, പ്രപഞ്ചത്തിന്റെ ആധാര ചൈതന്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അപ്പൊ അതുകൊണ്ടാണ് നിന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് പരമമായ പുരുഷാർത്ഥമായ മോക്ഷമാണ്. സകല ബന്ധങ്ങളിൽ നിന്നുള്ള മോചനമാണ്. അഹന്തയിൽ നിന്നും മമതയിൽ നിന്നുമുള്ള കരകയറ്റമാണ്. ഇതാണ് മോക്ഷം. എവിടെയൊക്കെ നമ്മൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ ആ ബന്ധനത്തിന്റെ ചരടുകൾ ഒന്നൊന്നായി അഴിഞ്ഞു പോകുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അതാണ് സ്വാതന്ത്ര്യം. നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മൾ അറിയില്ല. നമ്മൾ ഓരോ കാര്യങ്ങളിലും ബന്ധനസ്ഥരാണ്. ആ ബന്ധനങ്ങളിൽ നിന്ന്, ആ ബന്ധങ്ങളുടെ കുടുക്കുകളിൽ നിന്ന് ഒന്നൊന്നായിട്ട് നമ്മളിങ്ങനെ അഴിഞ്ഞഴിഞ്ഞു പോകുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തെ തേടുക എന്നുള്ളതാണ് ഒരു ഭക്തന്റെ ഏറ്റവും വലിയ സായുജ്യം. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഗുരുവിന്റെ പാദത്തിൽ അണയുക എന്ന് പറയുന്നതാണ് ഭക്തന്റെ സായുജ്യം, ഭക്തന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അരുളാനന്ദ കൂത്ത്. അരുളാനന്ദ, ഈ അരുളിന്റെ, ഈശ്വരന്റെ ആനന്ദക്കൂത്ത് കണ്ട് നീ ആടണം. വേറൊന്നും കണ്ടാടരുത് അല്ലേ? നമ്മൾ മറ്റുള്ള എന്തും കണ്ടല്ല നമ്മൾ ചലിക്കേണ്ടത്. മറ്റുള്ളതിനെ കണ്ടുകൊണ്ടല്ല നമ്മൾ ജീവിതത്തെ കാണേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈശ്വരനെ മാത്രം ലാക്കാക്കിക്കൊണ്ട്, ഗുരുവിനെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് ജീവിതം ഒരു ആനന്ദ നടനമാകുന്നത്. അവിടെ ഏറ്റവും പ്രാരംഭമായി വരുന്ന ഘടകമാണ് ഈശ്വര സ്മരണ അല്ലേ? ഇപ്പൊ നമ്മളൊരു സമ്മേളനം നടക്കുമ്പോൾ പോലും അതിൻ്റെ ആദ്യം ഈ ഈശ്വര സ്മരണ വെക്കുന്നുണ്ട്. അത് കേവലം ഒരു സമ്മേളനത്തിന്റെ തുടക്കമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ആദ്യന്തം തുടരേണ്ടുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ ഈ അനുകമ്പ പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ, ഒരു വ്യക്തിയോട് നമുക്ക് അല്പമെങ്കിലും സഹാനുഭൂതി തോന്നണമെങ്കിൽ നമ്മുടെ ഉള്ളില് ഈശ്വര വിചാരമുള്ള ഒരാൾക്കേ കഴിയുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് ഒരു പീഡയറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുക ഉള്ളിൽ നിന്തിരുമൈ വിട്ട് അകലാത ചിന്തയും. അനുകമ്പ വേണം. ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പറഞ്ഞിട്ട് അത് വരുത്താതിരിക്കണമെങ്കിൽ എന്ത് വേണം? അടുത്ത പ്രാർത്ഥന എന്താണ്? ആദ്യ 2 വരിയിൽ പറഞ്ഞു, എനിക്ക് ഒന്നിനെയും ഉപദ്രവിക്കാൻ തോന്നരുത്. ഒന്നിനെയും ഉപദ്രവിക്കാൻ തോന്നാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അതാണ് പിന്നത്തെ 2 വരി. കരുണാകര നൽകുക ഉള്ളിൽ നിൻ തിരുമൈ വിട്ട് അകലാത്ത ചിന്ത. എവിടെയാണോ ഒരു വ്യക്തി അവന്റെ ഹൃദയത്തിൽ ഗുരുവിനെ പ്രതിഷ്ഠിച്ച് ഗുരുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഗുരുസ്മരണയുള്ള ഒരു വ്യക്തിക്ക് ഒന്നിനെയും നോവിക്കാൻ കഴിയില്ല. ഉറുമ്പിനെന്നല്ല, പൂച്ചയെയും പട്ടിയെയും മനുഷ്യനെയും ഒന്നും നോവിക്കാൻ കഴിയില്ല. ഈശ്വര വിചാരം അതിൻ്റെ പാരമ്യത്തിലുള്ള ഒരു വ്യക്തി തീർച്ചയായും അവനൊരു അഹിംസാലുവായിരിക്കും. അപ്പൊ അനുകമ്പയുടെ പാഠം ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ തന്നെയും ഈശ്വര വിചാരത്തിന്റെ ഒരു പ്രാധാന്യത്തെ ഗുരു അവിടെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇതില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഈ ദർശന സംഗമങ്ങളൊക്കെ നമ്മൾ നടത്തണ എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ,
ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കണം അല്ലേ? നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ ചോദ്യോത്തര രൂപത്തിലാണ് ഈ സംസ്കൃത പുസ്തകങ്ങളൊക്കെ എഴുതി വെക്കുക, ശാസ്ത്രങ്ങൾ. അപ്പൊ അതിലൊരു ചോദ്യമാണ്, എന്തിനാണ് ഇങ്ങനെ ഈ പറഞ്ഞതിനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജ്ഞാപകത്വം നിഷ്പ്രയോജനമല്ലേ എന്നൊരു ചോദ്യം. അറിയിച്ചതിനെ തന്നെ വീണ്ടും അറിയിക്കുക അല്ലേ? ഇത് ഇപ്പൊ ഞാൻ പറയണത് നിങ്ങൾ കഴിഞ്ഞ വർഷം ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? നിങ്ങൾക്ക് അറിയാത്തതൊന്നും അല്ല ഞാൻ പറയണേ. അപ്പൊ പിന്നെ എന്തിനാ ഇങ്ങനെ പറയണത് ചോദിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, ഈ തത്വം അറിയുന്നത് വരെ നിരന്തരമായിരിക്കുന്ന ഒരു അഭ്യാസം വ്യക്തിക്ക് ഉണ്ടായില്ലെങ്കിൽ അവനത് വിട്ടുകളയും, അതിനെ ഉപേക്ഷിക്കും. ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിച്ചില്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ മറക്കും അല്ലേ? നമ്മളൊരു 10 വർഷം മുൻപ് കേട്ട അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പ് കണ്ട ഒരു സിനിമയുടെ കഥ നമ്മൾ മറക്കുന്നില്ല. പക്ഷെ ഒന്നാമത്തെ ദർശന സംഗമത്തിൽ കേട്ട പ്രഭാഷണം ഓർക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ കണ്ട സിനിമ വീണ്ടും വീണ്ടും കാണേണ്ടി വരുന്നില്ല. പക്ഷെ എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്ന ഗുരു വചനങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കേണ്ടതുണ്ട്. കാരണം അത് ഉറക്കണം. അത് ഉറയ്ക്കുവോളം പറഞ്ഞുകൊണ്ടിരിക്കുന്നതോളം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മറന്നു പോകും, അതിനവിടെ ഇടും. ഇപ്പൊ ഇവിടെ തന്നെ പ്രോഗ്രാമുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുക, ഒക്കെ മറന്നു പോകും. എന്തായാലും ദർശകം എന്ന് ചോദിക്കും. ഇപ്പൊ നമ്മളിത് സജീവമായിരിക്കുന്ന എന്തുകൊണ്ട്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് മറക്കരുത്, ഇത് നിന്റെ ജീവിതാന്ത്യം വരെ നീ കൊണ്ടുപോകേണ്ടുന്ന അനുസ്യൂതമായിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നിന്റെ ജീവിത താളമാണ് ഗുരു എന്ന് പറയുന്നത്. നിന്റെ ജീവിതത്തിന് രാഗവും താളവും ശ്രുതിയും ഒക്കെ നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഗുരുവാണ്. ആ ഗുരുവിന്റെ സ്മരണ, ആ ഗുരുവിന്റെ വചനം എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാമോ അത്ര കണ്ട് നമ്മളുടെ മരണം വരെ ഇതിങ്ങനെ കൊണ്ടുപോകണം. അപ്പൊ മാത്രമാണ് കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മളുടെ മനസ്സൊന്ന് സ്വച്ഛമാവുകയുള്ളൂ, ശാന്തമാവുകയുള്ളൂ. ഈ ഈശ്വര വിചാരമില്ലാത്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്യങ്ങൾ വിചാരം ചെയ്യാത്ത ഒരു വ്യക്തിയുടെ മനസ്സ് എന്ന് പറയുന്നത് 24 മണിക്കൂറും അവര് വിഷയ ചിന്തകളിൽ മാത്രമായിരിക്കും. ഒരു വിഷയത്തെ തുടർന്ന് മറ്റൊരു വിഷയം ഇങ്ങനെ വന്ന് അലട്ടിക്കൊണ്ടിരിക്കും. കാരണം അവർക്ക് നിത്യസത്യമായ പൊരുളിനെ ഓർക്കാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എപ്പോഴും അവരുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു പായൽ മൂടിയ കുളം പോലെയായിരിക്കും. പായൽ മൂടിയ കുളം എന്ന് പറഞ്ഞാൽ എന്താ? കുളത്തിന് സ്വതവേ ഒരു സ്വച്ഛതയുണ്ട്. പക്ഷെ പായൽ വന്ന് മൂടുമ്പോൾ ആ സ്വച്ഛത അനുഭവിക്കാൻ കഴിയില്ല. അപ്പൊ ഗുരുകൃതികളുടെ പഠനമൊക്കെ എന്താ ചെയ്യുന്നത്? ഈ പായൽ മൂടിയ കുളം പോലെ കിടക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് ഗുരുവചനങ്ങളാകുന്ന ഓരോ കല്ലുകൾ ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കണം. ഓരോ കല്ലിടുമ്പോൾ കുറച്ച് നേരത്തേക്ക് അതൊന്ന് മാറി തരും, നിർത്തിയോ വീണ്ടും വരും. അപ്പൊ ഇന്ന് നാമം ചൊല്ലി, നാളെ നാമം ചെല്ലാൻ പറ്റില്ല, ഇനിയിപ്പോ പസകവ്യാഴമൊക്കെ ആയില്ലേ, 4 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞാലോ അപ്പോഴേക്കും നമ്മളൊരു പരിപാടിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇത് നിർത്താനുള്ളതല്ല. ചില കാര്യങ്ങള് ഇത്ര വട്ടം മതിയോ എന്ന് ചോദിക്കരുത്. ദൈവദശകം ഞാൻ 100 വട്ടം ചൊല്ലിയാൽ മതിയോ? ദൈവദശകം ഞാൻ 500 വട്ടം ചൊല്ലിയാൽ മതിയോ? ഗുരുമന്ദിരത്തിലേക്ക് ഞാൻ ആഴ്ചയിൽ 1 വന്നാൽ മതിയോ? ഇങ്ങനെ ചോദിക്കാനുള്ളതേ അല്ല അധ്യാത്മ വിചാരം എന്ന് പറയുന്നത്. അത് നമ്മൾ നിർത്താതെ തുടരേണ്ടുന്നതാണ്. കാരണം നമ്മളുടെയൊക്കെ വാസന എന്ന് പറയുന്നത് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള വാസനയും പേറിയാണ് നമ്മൾ വരുന്നത്. ഇപ്പൊ വലിയ കുഴപ്പമില്ലാതിരിക്കുന്ന ആളാന്ന് വിചാരിച്ച് കഴിഞ്ഞ മുതൽ വല്ല കണ്ടാമ്പുറമൊക്കെ ആയിരിക്കും. അപ്പൊ അത്തരം ഒരു വിശിഷ്ടമായിരിക്കുന്ന ജന്മങ്ങളും ആ ജന്മങ്ങളുടെ വിചിത്രമായിരിക്കുന്ന പ്രകൃതങ്ങളുടെയും ഒക്കെ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഒരു ദൈവദശകം ചൊല്ലിയാൽ പോകുന്നതല്ല, അല്ലെങ്കിൽ അത് 1 വട്ടം ആത്മോപദേശ ശതകം വിചാരം ചെയ്താൽ പോകുന്നതല്ല ഈ വാസനയുടെ കനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗുരുദേവൻ ഏറ്റവും വലിയ സുകൃതി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയുന്നത് വാസനാനാശം സംഭവിച്ച ആള് എന്നാണ്. അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം ഇതു കണ്ടാടും അംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാ
സൂരി സുകൃതി. ആരാണ് സൂര്യ സുകൃതി? കണ്ടാരിൽ വീണ് മധുവുണ്ട് ആരമിക്കും ഒരു വണ്ടാണ്. ഈ വാസനകളൊക്കെ നശിച്ചു പോയ, വാസനകളൊക്കെ പരിഭൂതമായി പോയ ആളാണ് സുകൃതി. അയാൾക്ക് മാത്രമാണ് താമരപ്പൂവിന്റെ മാധുര്യത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണോ ഒരു വണ്ട് ഒരു താമരക്കുടത്തിലേക്ക് വന്ന് ആ താമരപ്പൂവിന്റെ വക്ഷസിലിരിക്കുന്ന മധു ഉറിഞ്ചി കുടിക്കുന്നത്, അതുപോലെയാണ് ഒരു യോഗി, ഒരു സാധകൻ ആത്മാവാകുന്ന മധു നുകർന്നിരിക്കുന്നത്. അല്ലെ? യഥാ പിബൻ മനോഭൃംഗ എന്നാണ് ഗുരുദേവൻ യോഗ ദർശനത്തിലും പറയുന്നത്. എപ്പോഴാണ് ഒരു വ്യക്തി സായുജ്യമണയുന്നത്? യഥാ പിബൻ മനോഭൃംഗ സ്വാനന്ദ മധുമാധുരീം നസ്പന്ദതി വശീകൃത്യ യോജിതോ യോഗവായുന. എപ്പോഴാണോ മനസ്സാകുന്ന വണ്ടെത്താൻ, മനോഭൃംഗം, മനസ്സാകുന്ന വണ്ട് സ്വാനന്ദ മധുമാധുരീം, സ്വാനന്ദമാകുന്ന മധുവിനെ പാനം ചെയ്യാൻ തുടങ്ങുന്നത്, ആത്മാവാകുന്ന മധുവിനെ പാനം ചെയ്യാൻ തുടങ്ങുന്നത്, ആ അവസ്ഥയാണ് യോഗം. ഇപ്പൊ നമ്മളുടെ മനസ്സൊരു വണ്ടിനെ പോലെയാണോ ചോദിച്ചാൽ അല്ല. അല്ലേ? ഇപ്പൊ വണ്ടിനെ പോലെ ആയിരുന്നെങ്കിൽ ആത്മാവിൽ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. മനസ്സ് വണ്ടിനെ പോലെ ഒന്നല്ല. ഇപ്പൊ മനസ്സ് ഈച്ചയെ പോലെ എല്ലായിടത്തും പോയിരിക്കും. വണ്ടാണെങ്കിൽ തേനുള്ളിടത്ത് മാത്രമേ ഇരിക്കുള്ളൂ. അപ്പൊ വിഷയങ്ങള് എവിടെ നമ്മൾ ആത്മാവിനെ മറക്കുന്നോ, എവിടെ നമ്മൾ ഗുരുവിനെ മറക്കുന്നോ, അവിടെ വിഷയങ്ങൾ കയറി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് വിഷയങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അത് തീരില്ല. നമ്മൾ ഒരു ഭൗതികമായ ലൗകികമായ വ്യക്തികളെ സംബന്ധിക്കുന്നതാകട്ടെ, കുടുംബക്കാരെ സംബന്ധിക്കുന്നതാകട്ടെ, സുഹൃത്തുക്കളെ സംബന്ധിക്കുന്നതാകട്ടെ, വിഷയങ്ങളുടെ കൂട്ടം എന്ന് പറയുന്നത് അനന്തമാണ്. അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു അറുതിയില്ല. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് വിഷയങ്ങളിലേക്കുള്ള ചിന്തയെ കുറച്ചുകൊണ്ട് പരമ്പൊരുളിലേക്കുള്ള ചിന്തയെ ഊട്ടി ഉറപ്പിക്കണം എന്ന്. അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും എന്താണ്, മനസ്സിങ്ങനെ ഈ പായൽ മൂടിയ കുളം പോലെ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ അനുവദിക്കരുത്. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? അവിടെ നമ്മളിങ്ങനെയുള്ള ദർശന സംഗമത്തിലൊക്കെ പങ്കെടുത്ത്, അല്ലേ, നമ്മളിങ്ങനെ നമ്മൾ പോലും അറിയില്ല എത്ര കാര്യങ്ങളാണ്, എത്ര വിചാരങ്ങളാണ്, എത്ര അനുഭവങ്ങളാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുക. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും ഓരോ അറിവിന്റെ ഭണ്ഡാരങ്ങളാണ്. കാരണം കേട്ട് വരുന്ന ഒരു പക്വതയുണ്ട്. കുറെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു പക്വതയുണ്ട്. ശ്രവണത്തിലൂടെ മനുഷ്യന് കൈവരുന്ന ഒരു ആന്തരിക പക്വതയുണ്ട്. അത് ശ്രവിച്ചു തന്നെ ഉണ്ടാവുന്നതാണ്. ഒരിക്കലും അത് നമ്മൾ ആദ്യം പറയാൻ തുടങ്ങുകയല്ല വേണ്ടത്, ആദ്യം കേൾക്കാനാ തുടങ്ങുക. അല്ലെ? നന്നായി കേൾക്കുന്ന ഒരാൾക്ക് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴാണ് പറയാൻ പറ്റുക എന്നാണ്. അങ്ങനെ വിചാരിക്കരുത്. എത്രയോ വട്ടം നമ്മൾ കേട്ടാലാണ് ഒരു വട്ടം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റുക എന്ന് പറയും. എത്രയോ വട്ടം നമ്മൾ വിചാരം ചെയ്താലാണ് ഒരു വട്ടം ഒന്ന് പറയാൻ പറ്റുക എന്നറിയാമോ? ഏത് വിഷയമായാലും ഒരുപാട് കേട്ടാൽ മാത്രമാണ് ഒരു കുഞ്ഞു കാര്യത്തെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. അപ്പൊ കേൾവി എന്ന് പറയുന്നത്, ശ്രവണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിരിക്കുന്ന രീതിയാണ്. അതുകൊണ്ടാണ് ഭക്തി പ്രസ്ഥാനത്തിലാണെങ്കിലും ഭക്തിയുടെ ആദ്യ പടി എന്താണെന്ന് ചോദിക്കുമ്പോഴും ശ്രവണം എന്നാ പറയാ. ശ്രവണം എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുക. എന്താ കേൾക്കേണ്ടത്? ഇങ്ങനെ ഭഗവാന്റെ ചരിതങ്ങൾ കേൾക്കുക എന്നാണ്. ആരെയാണോ കേൾക്കേണ്ടത് അത് കേൾക്കുക, എന്താണോ കേൾക്കേണ്ടത് അത് കേൾക്കുക. അപ്പോഴാണ് നമ്മുടെ ചെവിക്ക് ഒരു ധന്യത തോന്നുള്ളൂ. കേൾക്കേണ്ടതിനെ കേൾക്കുമ്പോൾ, പറയേണ്ടതിനെ പറയുമ്പോഴാണ് നാവിന് ധന്യത ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഋഷിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, ജിഹ്വാമേ മധുമത്തമ കർണാഭ്യാം ഭൂരി വിശ്രുവം. എൻ്റെ ജിഹ്വ, എൻ്റെ നാവിനെ കൊണ്ട് മധുരതരമായ വാക്കുകളെ ഞാൻ പറയാൻ പറ്റട്ടെ, മാധുര്യമുള്ള വാക്കുകൾ പറയാൻ പറ്റട്ടെ. എൻ്റെ നാവ് എപ്പോഴും ചലിക്കുന്നത് മറ്റുള്ളവരെ രഞ്ജിപ്പിക്കുന്ന, മറ്റുള്ളവരെ ആഹ്ലാദിപ്പിക്കുന്ന, മറ്റുള്ളവരെ അറിവിൽ പ്രബുദ്ധമാക്കുന്ന വാക്കുകളെ കൊണ്ട് എൻ്റെ നാവ് സമ്പുല്ലമാകട്ടെ. എൻ്റെ നാവിൽ ഒരിക്കൽ പോലും വേറൊരു വ്യക്തിയെ
ഹീനമാക്കുന്ന, വേറൊരു വ്യക്തിയെ നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പദം പോലും എൻ്റെ നാവിൽ വരാതിരിക്കട്ടെ. പ്രാർത്ഥനയാണ് ഇതൊക്കെയാണ് പ്രാർത്ഥന. എന്താണോ ഒരു വ്യക്തി എന്താണോ ആയിത്തീരേണ്ടത് അതിനെയാണ് പ്രാർത്ഥനയായിട്ട് ചോദിക്കുന്നത്. കർണാഭ്യാം ഭൂരി വിശ്രുവം, എൻ്റെ കർണങ്ങളെ കൊണ്ട്, എൻ്റെ ചെവികളെ കൊണ്ട് വിശ്രുതമായതിനെ ഞാൻ കേൾക്കട്ടെ. ഇപ്പൊ നിങ്ങൾ കുറച്ച് ദിവസങ്ങളിൽ കേൾക്കേണ്ടതിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോഴും ഉണ്ടാവണില്ല. നമ്മൾ രാവിലെ മുതൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. എല്ലാം ആകെക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ, കിടക്കാൻ നേരത്തെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്താ നമ്മൾ കേട്ടത്? കുറേ വിഷയങ്ങളുടെ ഒരു കൂട്ടല്ലേ. അതിൽ കൂടുതലൊന്നും കേട്ടില്ല. അത് പറഞ്ഞ നമുക്കോ കേട്ട അവർക്കോ യാതൊരു ഗുണമില്ലാത്ത കാര്യം അല്ലേ? കുറെ പറഞ്ഞത് കൊണ്ടും കേട്ടത് കൊണ്ടും ഈ വിഷയങ്ങൾ തീരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തീരുന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ജീവനോടാണ് ഉണരാൻ പറയുന്നത്. ഇതിന്നൊക്കെ നീ പുറത്ത് കിടക്കണം. ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കില്ലേ? എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോ ഈ വയസ്സാം കാലത്ത് ഇത്ര ചെയ്താൽ മതി. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒന്ന് പുറത്ത് കിടന്നിട്ട് ഈ അരുളാനന്ദ കൂത്ത് ഒന്ന് കണ്ടാടിയാ മതി. ജീവിതത്തെ അങ്ങനെ ഒന്ന് ജീവിച്ചു തീർത്താൽ മതി. കാരണം അതിനുള്ള സമയമായി, കുറച്ചൊക്കെ നിയന്ത്രണത്തിന്റെ സമയമായി അല്ലെ? ജീവിതം എപ്പോഴും നിയന്ത്രണം വിട്ടുള്ളതാവരുതല്ലോ. എപ്പോഴെങ്കിലും നമ്മളൊരു നിയന്ത്രണത്തിലേക്ക്, ഒരു പരിധിയിലേക്ക് ആരും പറയാതെ തന്നെ വരേണ്ടതുണ്ട്. അതിന് ഒരു സ്വയം അച്ചടക്കം എന്ന് വിളിക്കാം അല്ലെ? മറ്റൊരാൾ പറയാതെ അച്ചടക്കം പാലിക്കുന്നതിന് അങ്ങനെ ഒരു സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാവണം. ഈ അച്ചടക്കം ഉണ്ടാവണം എന്ന് ഗുരു ഊന്നി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിന്റെ ആദ്യ പദ്യത്തിൽ തന്നെ ആരാണ് ആത്മോപദേശം പഠിക്കാൻ യോഗ്യൻ, ആരാണ് ആത്മോപദേശ ശതകത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള അധികാരി എന്ന് പറയുന്നത് ഒന്നാമത്തെ പദ്യത്തിൽ തന്നെ പറയാണ്. അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തുപുറത്തും ഉജ്ജ്വലിക്കും, കരുവിനു കണ്ണുകളഞ്ചു ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം. അറിവിലുമേറി നിങ്ങളുടെ എപ്പോഴെങ്കിലൊക്കെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ വെറുതെ ആത്മോപദേശതകം ഒന്ന് ചാൻഡ് ചെയ്ത് നോക്കൂ. അസ്വസ്ഥതയൊക്കെ നമ്മൾ ഈ നല്ല മഴക്കാറ് വെച്ചിരിക്കുമ്പോൾ കാറ്റ് വന്ന് മഴക്കാറിനെ ചിന്ന ഭിന്നാക്കി കളയില്ലേ? അതുപോലെയാണ് നമ്മുടെ മനസ്സിന് അശാന്തമായ ഈ കാറും കോളും തിങ്ങി നിൽക്കുന്ന മനസ്സിലേക്ക് ഒരു വലിയ കാറ്റ് വന്ന് ആ ശാന്തിയുടെ എല്ലാ പാളികളെയും മാറ്റിക്കൊണ്ടുപോകുന്ന പോലെയാണ് ചില പദ്യങ്ങൾ ചൊല്ലുമ്പോൾ. അങ്ങനെയുള്ള ഒരു ഇതാണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്നത്. ആത്മോപദേശ ശതകത്തിലാണ് ഗുരു ആരാണ് ഇതൊക്കെ പഠിക്കാൻ യോഗ്യൻ, ആരാണ് ഈ ദർശന സംഗമത്തിലെ അല്ലെങ്കിൽ ഈ ദർശനത്തെ വിചാരം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണ് വണങ്ങി ഓതിടേണം. ആ ആൾക്കുള്ളതാണ് ആത്മോപദേശ ശതകം എന്നാണ്. ചുമ്മാ വായിക്കാനുള്ളതല്ല, ചുമ്മാ പഠിക്കാനുള്ളതല്ല. അല്പമെങ്കിലും ജീവിതത്തിൽ ഒരു നിയന്ത്രണം, അല്പമെങ്കിലും മതി എന്ന് പറയാൻ പറ്റുന്നവർക്ക്, അല്പമെങ്കിലും ഒരു ലിമിറ്റേഷൻ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും ഒക്കെ കൊടുക്കുന്നവർക്ക് പഠിക്കാനുള്ളതാണ് ആത്മോപദേശം. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യണം. മൊബൈലല്ല, എന്താണ്, കണ്ണ് സ്വിച്ച് ഓഫ് ചെയ്യണം, കാത് സ്വിച്ച് ഓഫ് ചെയ്യണം, മൂക്കും നാക്കും തൊക്കും സ്വിച്ച് ഓഫ് ചെയ്തതിനുള്ളതാണ് ആത്മോപദേശം. അല്ലെങ്കിൽ ഉണരരുത്. കാരണം കുറെ ഉണർന്നല്ലോ, എന്നിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായില്ല. അപ്പോൾ എത്ര ഉണർന്നിരിക്കുമ്പോഴും അതിൽ നിന്ന് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലാതിരിക്കെ ഇതിലേക്ക് ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുമ്പോൾ അതാണ് ജീവിതത്തിന്റെ വേറൊരു തുടക്കം. അതാണ് ജീവിതത്തിന്റെ പുതിയൊരു അധ്യാത്മമായിരിക്കുന്ന ജീവിതത്തിന്റെ പുതിയ തുടക്കം എന്ന് പറയുന്നത്. ആ കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കണം. എത്ര ഭംഗിയുള്ള വാക്കാണെന്ന് നോക്കൂ. ഒരു പുസ്തകത്തിന്റെ ആദ്യ പേജിന്റെ പോലെയല്ല അല്ലെ, അതിന് വളരെ അധ്യാത്മമായൊരർത്ഥമുണ്ട്. ഉള്ളിലേക്ക് അടക്കുക അല്ലെ. നമ്മുടെ പുറത്തേക്ക് തുറന്നിരിക്കുന്ന എല്ലാ വാതായനങ്ങളെയും അടച്ച് അവയൊക്കെ നമ്മളിലേക്ക് തന്നെ തിരിക്കുമ്പോൾ
നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ചൈതന്യത്തിലേക്ക് തിരിയുമ്പോൾ അതാണ് ഉള്ളടക്കം. കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതരെ വീണ് വണങ്ങി ഓതിടണം. തെരുതര വീണ് വണങ്ങണം. ഈ വണക്കം, ഈ നമസ്കാരം, ഈ പ്രണാമം എത്ര കാലം വേണം? ഈ പറഞ്ഞ പോലെ രാവിലെയും വൈകിട്ടും ചൊല്ലിയാൽ മതിയോ? അല്ല, തെരുതര. തെരുതര എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഓരോ പ്രാണനിശ്വാസങ്ങളിലും ഗുരുസ്മരണ ഉണ്ടായിരിക്കട്ടെ എന്നാണ്. അതാണ് തെരുതര. എപ്പോഴും സദാ എന്ന് പറയും. ഒരു കുപ്പിയിൽ നിന്ന് ഒരു എണ്ണ മറ്റൊരു കുപ്പിയിലേക്ക് പകരുമ്പോൾ എങ്ങനെയാണോ ധാര മുറിയാതെ ആ എണ്ണ പകരപ്പെടുന്നത്, വെള്ളം ഒഴിക്കണ പോലെയല്ല എണ്ണ ഒഴിക്കുമ്പോൾ, അല്ലേ? വെള്ളം ഇങ്ങനെ മുറിവ് വരും, പക്ഷെ എണ്ണ അങ്ങനെയല്ല. ഒരു കുപ്പിയിൽ നിന്ന് എണ്ണ മറ്റൊരു കുപ്പിയിലേക്ക് ഇങ്ങനെ പകരുമ്പോൾ ധാരയായി വീഴും. അവസാനം വരെ അതിന് മുറിവില്ലാതെ വീഴും. ഈ ധാരാവാഹികത്വത്തെയാണ് തെരുതര എന്ന് പറയുന്നത്. എപ്പോഴും സദാ വീണ് വണങ്ങണം. ജീവിതത്തിൽ അതേ ചെയ്യാനുള്ളൂ. ഒരു ഭക്തനെ സംബന്ധിച്ച് എന്താ ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ മുന്നിൽ എപ്പോഴും വീണ് വണങ്ങുക. വണക്കം അത്യാവശ്യമാണ്. വണക്കമില്ലാത്ത ഒരു ആധ്യാത്മികത, ഒരു സൗന്ദര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് സൗന്ദര്യം എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ മുഖത്തോ നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ കണ്ണുകളിലോ ചുണ്ടുകളിലോ ഒന്നുമല്ല. അത് വെറുതെ തോന്നുകയാണ്. എവിടെയാണ് സൗന്ദര്യം എന്ന് ചോദിച്ചാൽ എവിടെയാണോ ഒരു വ്യക്തിക്ക് വണക്കം ഉണ്ടാകുന്നത്, എവിടെയാണോ ഒരു വ്യക്തി മറ്റുള്ളവരോട് ഇഴുകിച്ചേരാൻ തുടങ്ങുന്നത്, എവിടെയാണോ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി അവനെ വിട്ടുകൊടുക്കുന്നത്, അവിടെയൊക്കെ അവന് രൂപപ്പെടുന്നൊരു സൗന്ദര്യമുണ്ട്. അത് വണക്കമാണ്. വണക്കമുള്ള ഒരാള് നെട്ടന നിൽക്കില്ല, അല്ലേ? ഈ ഉപനിഷത്തില് ഒരു കഥയുണ്ട്. ശ്വേതകേതു എന്ന് പറയുന്ന ഒരു കുട്ടിയെ അവൻ്റെ അച്ഛൻ ഉപനയനം കഴിഞ്ഞ് ഗുരുകുലത്തിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അയക്കുകയാണ്. അപ്പോൾ പണ്ടൊക്കെ ഗുരുകുലങ്ങളിൽ പോയ കുട്ടി നല്ല അറിവുള്ള, വണക്കമുള്ള, വിനയമുള്ള ആളായിട്ട് തിരിച്ചു വരും. അപ്പോൾ ഈ കുഞ്ഞാകട്ടെ 12 വർഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നത് ഈ പറഞ്ഞ ഒന്നും ഇല്ലാണ്ടാണ്. അത് ഉപനിഷത്തിൽ പറയും, അവൻ അനൂജാനവാനി സ്തബ്ധനും ശഠനുമായി വന്നു. എന്നുവെച്ചാൽ ഞാൻ വലിയ സംഭവമാണ് എന്നുള്ള മട്ടിൽ 12 വർഷം ഞാൻ അവിടെ നിന്ന് പഠിച്ചതല്ലേ. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ അറിയാം, ഞാൻ ആരൊക്കെയോ ആണ് എന്ന ഭാവത്തോടെ അല്പം പോലും വിനയമില്ലാതെ തിരിച്ചു വരുന്ന കണ്ടപ്പോൾ ആ അച്ഛന് മനസ്സിലായി ഈ കുഞ്ഞ് അറിയേണ്ടതിനെ അറിഞ്ഞില്ല എന്ന്. അപ്പോൾ അച്ഛൻ മകനോട് ചോദിക്കുകയാണ്, മോനെ, നീ നിന്റെ ഗുരുവിനോട് ചോദിച്ചുവോ ഏതൊന്നറിഞ്ഞാലാണ് എല്ലാം അറിഞ്ഞതായി തീരുക എന്ന്? ഇതൊന്നിനെ അറിഞ്ഞാലാണ് എല്ലാം അറിഞ്ഞതായി എന്നുള്ള കൃതാർത്ഥത ഉള്ളത് എന്ന്. ഇപ്പൊ കുട്ടി പറയാണ്, ഇല്ല, അതൊന്നും എൻ്റെ ഗുരുവിനെ അറിയണ്ടാവില്ല, ഗുരു അതൊന്നും പറഞ്ഞു തന്നില്ല. അപ്പോൾ ഈ അച്ഛൻ പിന്നെ ഈ മകനെ പഠിപ്പിക്കുന്നതാണ് നമ്മളിങ്ങനെ ശബരിമലയുടെ മുന്നിലൊക്കെ എഴുതി വെച്ച് കാണുന്ന തത്വമസി. ഈ കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ്, എന്താണ് തത്വമസി, നീ എന്തിനെ കുറിച്ചാണ് അറിയേണ്ടത്, എന്തിനെ കുറിച്ചാണ് നീ അന്വേഷിക്കേണ്ടത്, ഏതൊന്നിലാണ് നിന്റെ അനുഭവം ചെന്നെത്തേണ്ടത്, ആ ബ്രഹ്മത്തെ നീ ചോദിച്ചുവോ, ആ ബ്രഹ്മത്തെ നീ അറിഞ്ഞുവോ, അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി നിനക്ക് അറിഞ്ഞില്ല, അല്ലേ? നമ്മൾ ഗുരുദേവ കൃതികൾ പഠിക്കുമ്പോഴാണെങ്കിലും ഗുരുവിനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ഞാനാണെങ്കിലും ഗുരുവിനെ കുറിച്ച് നിരന്തരം വായിക്കുന്ന നിങ്ങൾക്കാണെങ്കിലും ഈ വണക്കമില്ല എങ്കിൽ ഒരു സൗന്ദര്യമില്ല. എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും അവിടെ നമ്മൾ തമ്മിൽ ഞാൻ പറയുന്നവൻ നിങ്ങൾ കേൾക്കുന്നവൻ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ആത്യന്തികമായിട്ട് നമ്മളൊക്കെ മനുഷ്യരാണ്, അല്ലേ? അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സന്യാസി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥി എന്നുള്ള വ്യത്യാസം, ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം, വെളുത്തത് കറുത്തത് എന്നുള്ള വ്യത്യാസം. ഈ മനുഷ്യൻ എന്ന തട്ടിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമ്മളും എപ്പോഴും കാണേണ്ട ഒരു സംഗതി, ഗുരുദേവ കൃതികളൊക്കെ എത്ര നമ്മൾ പഠിക്കുമ്പോഴും അതിനനുസരിച്ച് ഒരു 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 വണക്കം, ഒരു വിനയം, ഒരു സമർപ്പണം, ഇതിനാകെ കൂടി വിളിക്കുന്ന പേരാണ് ഭക്തി എന്ന്. ഭക്തി കേവലം പ്രാർത്ഥന ചൊല്ലുന്നത് മാത്രമല്ല, ഏതൊന്നാണോ പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തിക്ക് കൈവരുന്നത് ആ സ്വഭാവമാണ് ഭക്തി. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന
ജീവിക്കുന്നവരോട്, നിങ്ങളുടെ ഭാര്യയാകാം, നിങ്ങളുടെ ഭർത്താവാകാം, നിങ്ങളുടെ മക്കളാകാം, നിങ്ങൾ അകാരണമായി എപ്പോഴും അവരെന്ത് ചോദിക്കുമ്പോഴും തട്ടിക്കയറി ഉത്തരം പറയുന്ന നിങ്ങൾ, അവരെന്ത് ചോദിക്കുമ്പോഴും ദേഷ്യപ്പെടുന്ന നിങ്ങൾ. ചില ആളുകൾ അങ്ങനെയുണ്ട്. നാട്ടിലെല്ലാവരോടും വലിയ സ്നേഹമായിരിക്കും, ഭാര്യ എന്തെങ്കിലും ചോദിച്ചാൽ വ്യാഘ്രത്തെ പോലെ കടന്ന് ആക്രമിക്കും. എന്താണ് അങ്ങനെ? മറ്റുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഭാര്യയോട് പറ്റുന്നില്ല? അല്ലെങ്കിൽ മറ്റുള്ളവരെ പറയുന്നത് കേൾക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് വീട്ടിലുള്ള ആളെ കേൾക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ടാണ് ചോദിച്ചാൽ കണ്ടുള്ള ഒരു മടുപ്പ്, കണ്ടുള്ള ഒരു വിരസത, കണ്ടുള്ള ഒരു അന്യഥാത, ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി. ഇത് എവിടെ നിന്നാ ഉണ്ടാവുക? ഇതൊക്കെ നമ്മുടെ ഉള്ളില് ഇത്തരത്തിലുള്ള സമർപ്പണം, ഭക്തിയൊക്കെ ഇല്ലാണ്ടാകുമ്പോഴാണ്, ഭക്തി പെരുകുമ്പോഴാണ് ഓരോ വ്യക്തിയും നമുക്ക് ചെയ്തു തരുന്ന സഹായത്തെ, ഓരോ വ്യക്തിയും നമുക്ക് ചെയ്തു തരുന്ന ഉപകാരം, അത് നമ്മോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഏറ്റവും അധികം ചെയ്തു തരുന്നത് നമുക്ക് മനസ്സിലാവും. അകലെ നിൽക്കുന്നവരല്ല, അല്ലേ? അകലെ നിൽക്കുന്ന പുഷ്പങ്ങളെ കണ്ടാസ്വദിക്കാൻ പറ്റും, പക്ഷെ അടുത്ത് നിൽക്കുന്ന കളകളിൽ നിന്നായിരിക്കും ഒരു പക്ഷെ നമുക്കുള്ള സഹായങ്ങൾ എപ്പോഴും കിട്ടുക. പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ ഈ ചുറ്റുമുള്ള, ഒരുപാട് ദൂരേക്ക് നോക്കി അളന്ന് തിട്ടപ്പെടുത്താതെ നമ്മുടെ ചുറ്റുമുള്ളതിലേക്ക്, നമ്മളോട് ചേർന്ന് നിൽക്കുന്നതിലേക്ക് നമ്മുടെ നോട്ടത്തെ കൊണ്ടുവന്ന് അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ അതാണ് ഒരു ഭക്തൻ എന്ന നിലയിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അപ്പൊ ആ ഭക്തി വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ അകാരണമായി കോപിച്ചുകൊണ്ടിരുന്ന ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് കുറച്ചൊക്കെ സൗമ്യത വരും. അയ്യോ, ഞാൻ എന്ത് പണിയായി കാണിക്കണേ, എപ്പോഴും അതിനോട് ദേഷ്യപ്പെട്ടാണല്ലോ സംസാരം. അങ്ങനെ പാടില്ല എന്ന് ആരും പറയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് ഇത്തരത്തിലുള്ള ഒരു ഭഗവത് വിചാരത്തിൽ നിന്നുണ്ടാവുന്നതാണ്. പലപ്പോഴും നമ്മളത് അറിയില്ല, പലപ്പോഴും നമ്മളങ്ങനെ അത്തരം ആളുകളെ നമ്മൾ പരിഗണിക്കാറ് പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഈ ഭക്തി വരുന്നിടത്ത് അങ്ങനെയല്ല. ഭക്തി വരുന്നിടത്ത് നമ്മൾ കുറെ കൂടി എളിമയുള്ളവരാണ്. നമ്മൾ കുറെ കൂടി ഒരു എല്ലാവരിലും ഒരാളെ പോലെ ജീവിക്കാൻ തോന്നും. ഞാൻ പ്രത്യേകമായിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നില്ല. ഞാൻ വലിയ സന്യാസിയാണ്, ഞാൻ നിങ്ങളെ പോലെയല്ല, ഞാൻ അങ്ങനെയാണെന്നൊക്കെ ഞാൻ എപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുന്നുവോ അന്ന് എൻ്റെ ആത്മസൗന്ദര്യം നഷ്ടപ്പെടുകയാണ്, അല്ലേ? എല്ലാവരിലും ഒരാളായിട്ട്, എല്ലാവരിലെ പോലെ ഒരാളായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ നടന്ന് ജീവിച്ച് ചത്തുപോകുമ്പോൾ തന്നെയാണ് നമുക്കതിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടാകുന്നത്. ഇതാരാ പഠിപ്പിച്ചു തരുന്നത്? ഇതാണ് യഥാർത്ഥ ഭക്തി നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് അരമണിക്കൂർ വിളക്ക് വെച്ച് നാമം ചെല്ലുമ്പോൾ ഉണ്ടാവുന്നതല്ല. ആ നാമം ചെല്ലലെല്ലാം തന്നെ നിങ്ങളുടെ സ്വഭാവത്തെ രൂപീകൃതമാക്കിയില്ല എങ്കിൽ ആ നാമം ചെല്ലൽ കൊണ്ട് എന്താ വിശേഷം? ഒരു വിശേഷമില്ല. അപ്പോൾ ഓരോ വട്ടം നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും, ഓരോ വട്ടം നമ്മൾ ഗുരുദേവകൃതി വായിക്കുമ്പോഴും, ഓരോ വട്ടവും നമ്മൾ ഗുരുദേവകൃതികളെ വിചാരം ചെയ്യുമ്പോഴും അത് അപരനെ മനസ്സിലാക്കുന്നതിലേക്കാണ്, അല്ലെങ്കിൽ എന്നെ തിരുത്തുന്നതിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കണതെങ്കിലും എന്തൊരു സുഖം! അവിടെയാണ് ഇതൊരു സുഖമാകുന്നത്, അവിടെയാണ് ഇത് നിർവൃതിയാകുന്നത്. അതുകൊണ്ടാണ് ഗുരുദേവനും രമണ മഹർഷിയും കണ്ടുകിട്ടിയപ്പോൾ പ്രത്യേകിച്ചൊന്നും മിണ്ടാനും പറയാനും ഉണ്ടായിരുന്നില്ല, അല്ലേ? എന്തായി മിണ്ടാനുള്ളത്? രണ്ടുപേര് സംസാരിക്കുമ്പോൾ, രണ്ടുപേര് ഫോൺ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? മൂന്നാമതൊരാളെ കുറിച്ചാണ് സംസാരിക്കുക. തുടങ്ങുമ്പോൾ ചോദിക്കും, നിനക്ക് സുഖമാണോ? സുഖം. എനിക്ക് സുഖമാണോ? സുഖം. അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇല്ലാത്ത ഒരാളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെന്താണ്? അത് വിഷയമാണ്. അപ്പൊ നമ്മൾ എന്താണ്? അതുകൊണ്ട് ഈ ഗുരുവും രമണ മഹർഷിയൊക്കെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. കാരണം ഇത് വിഷയങ്ങളാണ് എന്നറിയാം. ഈ ലോകം മുഴുവൻ വിഷയങ്ങളാണ്. വിഷയങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിച്ചിട്ട് എന്താ? അവിടെയാണ് നിർവൃതി എന്ന അവസ്ഥ മഹാഗുരുക്കന്മാരെ അനുഭവിക്കുന്നു എന്ന് ഗുരു സാക്ഷ്യപ്പെടുത്തിയത്. കോനാമ ദേശ കാചാതി പ്രവൃത്തിക കിയദ്വയ ഇത്യാദി വാദോ പരതി യസ്യ തസ്യേവ നിർവൃതി. നിർവൃതി പഞ്ചകം തിരുവണ്ണാമലയില് രമണ ഭഗവാനെ കണ്ടു വന്നപ്പോൾ നാരായണ ഭഗവാൻ എഴുതിയതാണ്. കോ നാമ,
ദേശാക്ക, ജാതിക്ക, അല്ലെ? നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ചോദിക്കുക? ആദ്യം ചോദിക്കും പേരെന്താണെന്ന്, അല്ലെ? പിന്നെ ചോദിക്കും ഗോനാമ, ദേശം, വീടെവിടാ ചോദിക്കും. പിന്നെ ചോദിക്കും എന്താണ്? അപ്പോഴും തൃപ്തിയാവണില്ല. നമ്മൾ തേടുന്നത് കിട്ടുന്നില്ല. നമ്മൾ തേടുന്നത് കിട്ടുന്നത് വരെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നാമം ചോദിക്കും, ദേശം ചോദിക്കും, ഒരുമാതിരിയൊക്കെ പൊട്ടു അറിഞ്ഞു ചോദിക്കും. പിന്നെ അറിയേണ്ടത് ജാതിയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പിന്നെ നമ്മൾ അറിയുന്നത് എന്താണ്? ജാതി ഏതാണെന്ന് അറിയണം, അല്ലേ? എത്ര നമ്പർ SNDP? 26. ഓ, അപ്പൊ ഗുരുദേവന്റെ കയ്യൊപ്പം കിട്ടിയതാണല്ലേ, കുറച്ചുകൂടി ഇഷ്ടമായി. 100 താഴെയാണല്ലോ. നാമ, ദേശ, ജാതി, പ്രവൃത്തി. ഇനി ഓരോ ജാതിയായിട്ട് കാര്യമില്ല. എൻ്റെ ഒപ്പമുള്ള ജോലിക്കാരനാണോ? ഇല്ലേ? ആ, ബാങ്കിലെ മാനേജർ ആണെങ്കിൽ ഞാൻ അറ്റൻഡറാ, വേണ്ട, മാനേജർ ഉണ്ടോ നോക്കും, വേറെ മാനേജർ ഉണ്ടോ നോക്കും, അല്ലേ? എത്ര നമ്മളുടെ വ്യക്തിത്വത്തെ നമ്മൾ രൂപപ്പെടും. നമ്മൾ എത്ര എന്താ പറയുക, എന്തൊരു മനുഷ്യരാണ് എന്ന് തോന്നാറുണ്ട്, അല്ലേ? അധ്യാപകൻ അധ്യാപകനോട് കൂട്ടുകൂടുന്നു, ഡോക്ടറോട് കൂട്ടുകൂടുന്നു, വക്കീലിനോട് കൂട്ടുകൂടുന്നു. ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ എത്ര വിധമായ സ്ക്രീനിങ്ങുകൾ നടത്തിയിട്ടാണ് ആ വ്യക്തിയെ നമ്മൾ സ്വീകരിക്കാന്നറിയോ? അവരുടെ ജാതി, അവരുടെ മതം, അവരുടെ വർണ്ണം, അവരുടെ വയസ്സ്, ഇതെല്ലാം നമ്മളിങ്ങനെ നോക്കുകയാണ്. ഇതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് പറ്റുന്നതാണെങ്കിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുക, അല്ലേ? ഞാൻ ഈ ഗാന്ധി ഭവനിൽ പോയപ്പോൾ ഞാൻ ഈ സോമരാജ സാറിനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുക, ഒരു സ്ക്രീനിങ്ങും ഇല്ല, നട തള്ളുന്ന എല്ലാവരെയും സ്വീകരിക്കണം, അല്ലേ? അതല്ലേ ശരിക്കും സ്വീകരണം എന്ന് പറയുന്നത്? ഒരു തരത്തിലുള്ള ഭേദമില്ലാണ്ട്, ഒരു തരത്തിലുള്ള തരംതിരിവുകളില്ലാതെ, ആരാണ് എന്താണ് എന്നൊന്നും അറിയാതെ, അല്ലേ? അവിടെയൊക്കെ നമ്മൾ സ്വീകരണത്തിൻ്റെ യഥാർത്ഥ മുഖം കാണുന്നത് അങ്ങനെയുള്ള ഇടങ്ങളിലാണ്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമുക്ക് നാമം അറിയണം, ദേശം അറിയണം, പ്രവൃത്തി അറിയണം, ജാതി അറിയണം, പിന്നെയോ ഏത് വയസ്സും അറിയണം, അല്ലേ? ഒരു ചെറുപ്പക്കാരൻ ചെന്ന് ഒരു അമ്മൂമ്മേനോട് കൂട്ടുകൂടുമോ? അമ്മൂമ്മയ്ക്ക് വാട്സപ്പ് അയക്കുമോ? ഇല്ല, അല്ലേ? അവൻ്റെ തരത്തിലുള്ളവരൊക്കെയാണ് സന്ദേശങ്ങളൊക്കെ, അല്ലെങ്കിൽ അവൻ്റെ തരത്തിലുള്ളവരെയാണ് വിളിക്കുള്ളൂ. അപ്പോൾ വയസ്സുണ്ട്. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ നോക്കുകയാണ്. ഇതൊന്നും ഇല്ലാത്തവൻ ആരോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ ആർക്കാണോ ഇല്ലാത്തത്? നിന്റെ പേരെന്താണ്? നിന്റെ നാട് ഏതാണ്? നിന്റെ ജാതി ഏതാണ്? നിന്റെ വയസ്സ് എത്രയായി? നിന്റെ ജോലി എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ആരിലാണോ നിലച്ചിട്ടുള്ളത് അവനുള്ളതാണ് നിർവൃതി എന്നാണ്. ഈ അനുഭവം, ഈ നിർവൃതി എന്ന് പറയുന്ന ആ സ്വാനുഭവം എന്ന് പറയുന്നത് അത് ആ വ്യക്തിക്ക് മാത്രം അവകാശപ്പെടുന്നതാണ്. അതാണ് നമ്മൾ ഗുരുദേവനെ ആണെങ്കിൽ രമണ മഹർഷി സമാഗമത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇതിങ്ങനെ കുറയും തോറും നമ്മുടെ ഉള്ളിൽ ഈ വൃത്തികൾ ഇല്ലാണ്ടിരിക്കും, ചിന്തകൾ ഇല്ലാതിരിക്കും, മനസ്സിൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെ കുറഞ്ഞു വരാൻ ഇത്തരത്തിലുള്ള പാരായണങ്ങളും പാഠങ്ങളൊക്കെ നമ്മളെ സഹായിക്കും. അതാണ് ഇങ്ങനെ എപ്പോഴും ഈശ്വരൻ്റെ പാദങ്ങളോട് ലയിക്കുന്നതിന് ഭക്തൻ യാചിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ മനസ്സ് സ്വസ്ഥമായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് തിങ്കളും കൊന്നയും ചൂടും ഈശൻ പദ പങ്കജം പറ്റി നിന്നാടുവാമ്പേ എന്ന് പറയുന്നത്. ഏത് പദപങ്കജത്തെയാണ് നമ്മൾ തേടേണ്ടത് എന്ന് ചോദിച്ചാൽ ആ തിങ്കളും കൊന്നയും ചൂടിയ ആ ഭഗവാന്റെ പാദങ്ങളെയാണ് ശരണം ഗമിക്കേണ്ടത്. വേറെ ഒരു പാദങ്ങളെയും ശരണം ഗമിക്കാനില്ല. അങ്ങനെയുള്ള ശിവഭഗവാന്റെ പാദങ്ങളെ ആരാണോ ശരണം ഗമിക്കുന്നത്, ആരാണോ അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ തൃച്ചേവടികളെ പിന്തുടരുന്നത്, അവന്റെ ഭാവമാണ് ഭക്തി. അവനാണ് യഥാർത്ഥ ഭക്തൻ. അവന് ഒരുപാട് സവിശേഷതകളുണ്ട്. അത് നമുക്ക് എത്ര പറഞ്ഞാലും, അല്ലെങ്കിൽ എല്ലാ മാസവും ശബരിമലയിൽ പോകുന്നു, എല്ലാ മാസവും പഴനിക്ക് പോകുന്നു, എല്ലാ മാസവും ഗുരുവായൂർക്ക് പോകുന്നു, ഇതല്ല ഭക്തിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ തന്നെ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് പറയുന്നത് ആരാണ് ഭക്തൻ എന്ന് ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞത് തുല്യ നിന്ദാസ്തുതിർമൗനേ സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതേ ഭക്തിമാൻ മേ പ്രിയോ നരഹ. ഈ
സ്തുതിർ മൗനി. സ്തുതിയിലും നിന്ദയിലും തുല്യത കാണുന്നവർ. നമ്മൾ ഒരാള് ഒരുപാട് പുകഴ്ത്തുമ്പോൾ അതിലങ്ങ് അലിഞ്ഞു പോവാതെ, നമ്മൾ ഒരാൾ ഒരുപാട് നികഴ്ത്തുമ്പോൾ അതിലങ്ങ് പൊട്ടിക്കരയാതെ, അല്ലേ? ഒരാള് സ്തുതിക്കുമ്പോൾ, നമ്മൾ സാധാരണ ആളുകളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും നിന്ദിക്കുമ്പോൾ നമ്മൾ വേദനിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ സ്തുതിയിലും നിന്ദയിലും സമത കാണുന്നവനാണ് ഭക്തൻ എന്നാണ്. നല്ല ഭക്തൻ എത്ര ഒരുപാട് നമ്മളെ വെള്ളം ഒഴിച്ചാലും പ്രത്യേകിച്ചൊന്നും തോന്നില്ല. അങ്ങനെയുള്ള ഒരാള് 100 പേര് കല്ലെറിഞ്ഞാലും പ്രത്യേകിച്ചൊന്നും തോന്നില്ല. അതാണ് യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വാസുദേവാഷ്ടകത്തിലൊക്കെ ഗുരുദേവൻ മാനാപമാന സമമാനസ രാജഹംസ എന്ന് പറഞ്ഞത്. ഈ വാസുദേവൻ ആരുടെ ഹൃദയത്തിലാണ് പരിലസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാനാപമാന സമമാനസന്മാരുടെ, മാനത്തെയും അപമാനത്തെയും സമമായി കാണുന്ന സന്യാസിയുടെ ഹൃദയത്തിലെ രാജഹംസമേ എന്നാണ് വാസുദേവനെ വിളിക്കുന്നത്. ഇതാണ് ഭക്തന്റെ ലക്ഷണം. അതുകൊണ്ടാണ് ഭക്തി എന്ന് പറയുന്നത് അത് കേവലം എന്തിനുള്ളതല്ല, കേവലം ഒരു കേൾവിയിലും അല്ലെങ്കിൽ പാരായണത്തിലും പ്രാർത്ഥനയിലും മാത്രം ഒതുങ്ങുന്നതല്ല. അപ്പൊ ഇതൊക്കെ വേണ്ടേ? അത് വേണം. നമ്മൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ? നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ എഴുതി തന്നിരിക്കുന്ന ഓരോ കാവ്യങ്ങളും വ്യക്തിയെ നവീകരിക്കാൻ വേണ്ടി തന്നെയുള്ള പ്രാർത്ഥനകളാണ്. ആലസ്യമൊഴിച്ച് പരബോധം തരണമേ, കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനേ. പ്രാർത്ഥനയില് ആലസ്യമൊഴിച്ച് പരബോധം തരണം. ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ മടി തന്നെ, മടി. എന്ത് പറഞ്ഞാലും ചെയ്യില്ല, എല്ലാം നീട്ടിവെക്കും. ഇന്ന് ചെയ്യാനുള്ളതൊക്കെ നാളെയാകട്ടെ എന്ന് പറയും, നാളെയാകുമ്പോൾ പറയും മറ്റന്നാളാവട്ടെ എന്ന് പറയും. ഇങ്ങനെ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ഇതിനെയാണ് ആലസ്യം എന്ന് പറയുന്നത്. ആ ആലസ്യത്തിൽ ആണ്ടുപോയ ജീവനോടാണ് ഉണരാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണ്. എൻ്റെ ആലസ്യം മാറ്റി തരണേ. ആലസ്യം മാറ്റണമെങ്കിൽ എന്ത് വേണം? ആലസ്യം ഒഴിച്ച് പരബോധം വരണം, അല്ലേ? വേറൊരിടത്ത് തന്നെ ഗുരു സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറയുന്നില്ലേ, ബോധക്കേടൊക്കെ നീക്കിത്തരിക അമൃതരുൾ തെത്തുളുമ്പും പദം തേ. ബോധക്കേടൊക്കെ നീക്കി തരാൻ പറയുന്നുണ്ട്. ഈ ബോധം കെട്ട ജീവിതത്തില്, ബോധം മറഞ്ഞുപോയ ജീവിതത്തില് കുറെയൊക്കെ ബോധപൂർണമായിരിക്കുന്ന ഒരു അവസ്ഥയെ നൽകുവാനായിട്ടൊക്കെയുള്ള പ്രാർത്ഥനകൾ. അതുകൊണ്ടാണ് ഗുരുദേവ കൃതികളുടെ വായന, ഓരോ വായനയും ഓരോ വരികളും ഓരോ പദവും വ്യക്തിയുടെ മനസ്സിനെ നവീകരിക്കുന്നതാണ് എന്ന് ആദ്യമേ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു വാക്കിന്റെ വെളിച്ചത്തിലാണ് ഈ തത്വങ്ങളൊക്കെ നിങ്ങൾ കേൾക്കേണ്ടത്. ഇതിങ്ങനെ കേൾക്കുക, വേറെ ഒന്നും ചെയ്യണ്ടേ? ഇനി ഒന്നും ചെയ്യാനില്ലാലോ, അല്ലേ? ഇനി അങ്ങേര് വിളിക്കണം, അവരെങ്ങനെയെങ്കിലും ഇവിടേക്ക് അറിയപ്പള്ളിയിൽ കഴിച്ചു കൂട്ടണം. അത് കഴിഞ്ഞാൽ പോണം. ഈ പോണ വരെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ: ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗ്രിഞ്ഞ് കരണേന്നാണ്. വേറെ ഒന്നും നമ്മളെ സഹായിക്കില്ല. ഈ മരണമാസന്നമാകുന്ന സമയത്ത് ഡുഗ്രിഞ്ഞ് കരണേ സഹായിക്കില്ല. ഡുഗ്രിഞ്ഞ് കരണേ എന്ന് പറഞ്ഞാൽ വ്യാകരണത്തിലൊരു സൂത്രത്തിന്റെ പേരാ, പാണിനി എഴുതിയത്. അപ്പൊ നമ്മൾ വ്യാകരണം പഠിച്ചത് കൊണ്ടോ ഭാഷ പഠിച്ചത് കൊണ്ടോ പ്രൊഫസറാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊന്നും ഈ വടിയാവണ നേരത്തെ സഹായിക്കുന്ന ഘടകങ്ങളല്ല. അപ്പൊ എന്താ സഹായിക്കുക? ഗോവിന്ദം ഭജ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗ്രിഞ്ഞ് കരണേ. ഇങ്ങനെ ഈ ഗോവിന്ദനെ ഇങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കണം. അത് എത്ര ജീവിത സത്യങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഇത്ര കൃതികളിലൊക്കെ ആചാര്യസ്വാമികളാണെങ്കിലും വർണ്ണിക്കണത് എന്നറിയും. നമ്മളൊക്കെ ഇങ്ങനെ ഒന്നും അറിയാതെയാണ് പലപ്പോഴും ആചാര്യസ്വാമികളെ
ജലമതി തരളം തദ്വജ്ജീവിതം അതിശയ ചപലം വിദ്യുവ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. ജീവിതം എന്ന് പറയുന്നത് നളിനി ദളഗത ജലമതി തരളം. ഇങ്ങനെയാണ് നളിനീദളത്തിലിരിക്കുന്ന ജലത്തെ പോലെ താമരയിലയിലിരിക്കുന്ന വെള്ളത്തുള്ളി കണക്കെയാണ്. എന്താ താമരയിലയിലെ വെള്ളത്തുള്ളിയുടെ പ്രത്യേകത? തൊട്ടാട്ടപ്പേന്നോ അപ്പൊ അത് തെറിച്ചു പോകും. ഇത്രയും ക്ഷണികതയാണ്, ഇത്രയും നശ്വരമാണ് നമ്മുടെ ജീവിതവും. നളിനീദളഗത ജലമതി തരലം തദ്വജ്ജീവിതം അതിശയ ചപലം. അപ്പോൾ ഈ ജീവിതം എന്ന് പറയുന്നതും ഈ താമരദളത്തിലിരിക്കുന്ന വെള്ളത്തുള്ളി കണക്കെയാണ് എന്നറിയുമ്പോൾ ആ കുഞ്ഞു ജീവിതത്തിൽ, ആ ഹ്രസ്വമായ ജീവിതത്തിൽ, അനന്തമായിരിക്കുന്ന കാലഗണനയിൽ ആ ഇത്തിരി നേരത്തെ കാലം ജീവിക്കാൻ സർവേശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ജീവിതത്തെ സാർത്ഥകമാക്കാൻ, ആ ജീവിതത്തെ അർത്ഥപൂർണമാക്കാൻ ഇത്തരം ദർശന വിചാരങ്ങളിലൂടെ കഴിയും. അതിനാണ് നമ്മൾ ഇതൊക്കെ പങ്കെടുക്കുന്നത്. നമ്മളറിയില്ല, നമ്മൾ പോലും അറിയാതെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വാസനയെ ഇതിങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോധത്തെ അത് നവീകരിച്ചു കൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ കർമ്മങ്ങളെ അത് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് ഇത്തരത്തിലുള്ള ഗുരുദർശന വിചാരത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലും ഇതൊക്കെ വന്ന് കേൾക്കുക, എന്നിട്ട് ഗോവിന്ദനെ ഭജിക്കുക. ഇതൊക്കെയാണ് നമുക്ക് വേറെ ഒരു കാര്യത്തിനും പോയി ഇടപെടേണ്ട. സമയമൊക്കെ കഴിഞ്ഞു, ഇടപെടാനുള്ള സമയമൊക്കെ കഴിഞ്ഞ് ഇനി ഒരു മൂലയ്ക്ക് മാറിയിരിക്കുക അല്ലേ? അതാണ് നമുക്കിനി ചെയ്യാനുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതത്തെ അങ്ങനെ കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെ. എന്തായാലും ഒരുപാടൊന്നും പറയണില്ല. നീച്ചൻ ചേട്ടൻ പറഞ്ഞ 2.5 മണിക്കൂറൊക്കെ ഈസിയായി പറയും. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവര് ഇതിങ്ങനെ പറയാൻ ഇവരാശാമാരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയാണ് പറയാനുള്ളൂ. എന്തായാലും ദർശന സംഗമം 21ാമത് ദർശന സംഗമത്തിൻ്റെ ഈ ധന്യമായ ഈ ദിവസം അല്ലെ ഉദ്ഘാടനം ചെയ്തു. കുറച്ച് സമയം നിങ്ങളോട് സംവദിച്ചു. വായിക്കുക, നിങ്ങൾ വിചാരം ചെയ്യുക, നിങ്ങൾ ഭക്തി മാർഗത്തിലൂടെ ചലിക്കുക, നല്ല ഭക്തയാവുക, നല്ല ഒരു ശിഷ്യനാവുക. അങ്ങനെയുള്ള ഈ ദർശനങ്ങൾ നിങ്ങളെ ഇനിയും അതിന് എന്താ പറയുക, അതിനെ നിങ്ങളെ കുറെ കൂടി നല്ല മനുഷ്യനാക്കാൻ ഓരോ ദർശന സംഗമവും നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വരാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ പ്രഗത്ഭരായ ആളുകൾ, ഈ സൈൻജൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും നല്ല രീതിയിലൊക്കെ പ്രഭാഷണം നടത്തുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ആദ്യം ഇവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതാണ് നല്ല സംഘാടനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എവിടെ നല്ല പ്രഭാഷകരുണ്ടോ, ആര് പറയുമ്പോഴാണോ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവുക, ആ ആളുകളേക്ക് എവിടെന്നെങ്കിലുമൊക്കെ തേടിപ്പിടിച്ച് കൊണ്ടുവരും. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലും അങ്ങനെയുള്ള നല്ല പ്രഭാഷകര്, വാഗ്മികളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ അവരെ കേൾക്കുക, കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. നമുക്കിനിയും നമ്മുടെ അവസാന ശ്വാസത്തിലേക്ക് എടുക്കുന്നത് വരെ, അവസാന ശ്വാസം വരെ നമ്മൾക്ക് ഗുരുവിൽ അലിഞ്ഞ് ഗുരുവിനോട് ചേർന്ന് ജീവിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതിനോട് ചേർന്ന് നിൽക്കുക. ഇതിന് ആവും വിധമായ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ വാക്ക്, ഇത് മൂന്നും നമ്മൾ ഗുരുവിന് കൊടുക്കണം അല്ലെ? ശാരീരികമായും മാനസികമായും വാചികമായുമുള്ളൊരു സമർപ്പണം ഗുരുവിന് നൽകുമ്പോഴാണ് അത് അക്ഷരാർത്ഥത്തിൽ ഒരു ഭഗവത് സേവയായി മാറുന്നത് അല്ലെ? വാക്കുകൊണ്ട് കീർത്തിക്കാനും ശരീരം കൊണ്ട് സേവ ചെയ്യാനും മനസ്സുകൊണ്ട് വിചാരം ചെയ്യാനും കഴിയുന്നിടത്താണ് ഒരു വ്യക്തി അക്ഷരാർത്ഥത്തിൽ ഭക്തനാകുന്നത്. അതിനുള്ള സകല സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. ഇങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഓരോ വട്ടവും ഓരോ ഘട്ടവും ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത വരവിൽ ചിലപ്പോൾ ഇതിലും മനോഹരമായി ഇവിടെ ഇരുന്ന് നമുക്ക് ഇത് സംവദിക്കാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം ഭംഗിയായി അല്ലെ? ഗുരു പറയാറുണ്ട്, നല്ല കാര്യങ്ങളൊന്നും തന്നെ പണമില്ലാത്തത് കൊണ്ടൊന്നും നടക്കാതിരിക്കില്ല എന്ന്. തുടങ്ങി വെച്ചാൽ മതി. തുടങ്ങി വെക്കാനുള്ളൊരു
അവരവർക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോന്ന് പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. എല്ലാവിധമായിരിക്കുന്ന ഒരു പൂർത്തീകരണം ഇവിടെ അത്തരത്തിലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് ഗുരു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.